കേൾമൊഴിക്കാലം ക്ലബ് ഹൗസ് മീഡിയ റൂം പരമ്പരയുടെ മൂന്നാം ഭാഗത്തേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. രണ്ട് പ്രശസ്ത റേഡിയോ അവതാരകരാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഷഷ്മ വായത്തും PK വിനോദും. രണ്ടുപേരും ധാരാളം ഓഡിയോ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. കേൾവി പുസ്തകങ്ങൾ എന്ന് കഴിഞ്ഞ ഒരു പരിപാടിയിൽ ഓഡിയോ ബുക്കുകൾക്ക് നല്ല മലയാള തനിമയുള്ള ഒരു പദം ഒരാൾ സംഭാവന ചെയ്യുകയുണ്ടായി. അങ്ങനെ കേൾവി പുസ്തക വായന രംഗത്തെ ഈ പ്രതിഭകളാണ് വിനോദും ഷഷ്മയും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും ക്ലബ് FM, സ്വകാര്യ റേഡിയോ ചാനൽ. അതിലെ എയ്ഡൻ ദ AI സ്പിരിറ്റ് എന്ന പേരിൽ മോഹൻലാൽ ശബ്ദം നൽകിയ ഓഡിയോ സിനിമയുടെ വലിയ പരസ്യം പത്രത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോ എങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന്. ശബ്ദനാടകങ്ങൾ ആരംഭിച്ചത് 1939 മലയാള റേഡിയോ പ്രക്ഷേപണം മദ്രാസിലെ ആകാശവാണി നിലയത്തിൽ നിന്ന് ആരംഭിക്കുമ്പോഴാണ്. അതിനുശേഷം 1960കളിൽ സിനിമകളുടെ ശബ്ദരേഖകൾ വന്നു. 80 അവസാനം ആയിരിക്കാം നോവൽ വായനയൊക്കെ പല നിലയങ്ങളിലും വന്നു. അതിൻ്റെയൊക്കെ ഒരു വികസിത രൂപം ആയിട്ട് ഈ പുതിയ സ്വകാര്യ ചാനലുകളിൽ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഈ ഓഡിയോ സിനിമ, ഓഡിയോ പരമ്പരകളുണ്ട്. അപ്പോൾ ആ രംഗത്തേക്ക് ഈ ശബ്ദ അവതരണം ഒട്ടേറെ പൊതുമേഖലകളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ ഈ പരമ്പരയിൽ കഴിഞ്ഞ 2 അധ്യായങ്ങളായി കേട്ടത്. ഇന്നും നമ്മളതിലേക്കാണ് പോകുന്നത്. ആദ്യം സംസാരിക്കുന്നത് ഷഷ്മ വായത്ത്. കണ്ണൂരിലെ റെഡ് FM-ൽ 10 വർഷം RJ ആയിരുന്നു. ഇപ്പോൾ ഖത്തറിലെ റേഡിയോ സുനോയിലും RJ ആണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. RJ ചച്ചു എന്ന പേരിലാണ് റേഡിയോ പരിപാടികൾ ചെയ്യുന്നത്. ഷഷ്മ വായത്തിൻ്റെ 50-ൽ പരം ഓഡിയോ പുസ്തകങ്ങൾ സ്റ്റോറി ടെല്ലിൽ തന്നെയുണ്ട്. അതിൽ വ്യത്യസ്തമായ സാഹിത്യ ശാഖകളിൽപ്പെട്ട അത് കഥകളുണ്ട്, നോവലുണ്ട്, കുട്ടികളുടെ സാഹിത്യമുണ്ട്, അപസർപ്പക കഥകളുണ്ട്. അങ്ങനെ ഒട്ടേറെ രചനകൾ മനോഹരമായി ഭാവസാന്ദ്രമായി വായിച്ചവതരിപ്പിച്ചിട്ടുണ്ട് ഷഷ്മ വായത്ത്. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം, ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ, അന്ധർ ബദിരർ മുഗർ, TD രാമകൃഷ്ണൻ്റെ നോവൽ, നാർമടി പുടവ, സാറാ തോമസിൻ്റെ നോവൽ, കുട്ടികളുടെ സാഹിത്യത്തിൽപ്പെട്ട P നരേന്ദ്രനാഥിൻ്റെ വികൃതിരാമൻ, ഇങ്ങനെ ഒട്ടേറെ കൃതികൾ. ഏറ്റവും ദൈർഘ്യമുള്ളത് ഇത് ഷഷ്മ വായിച്ച നോവലുകളിൽ അത് വിവർത്തന കൃതിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, അന്ന കരേനിന. വളരെ ദൈർഘ്യമുണ്ട്. 35 മണിക്കൂറും 30 മിനിറ്റുമാണ് സ്റ്റോറി ടെല്ലിൽ ഓഡിയോ ബുക്കിൻ്റെ ദൈർഘ്യം. അപ്പോൾ ഈ അനുഭവങ്ങളാണ് ആദ്യം ഷഷ്മ വായത്ത് പങ്കുവെക്കുന്നത്. മാധ്യമരംഗത്തേക്ക് എങ്ങനെ വന്നു എന്നതിൽ ആരംഭിക്കും. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PK വിനോദ് സംസാരിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ആദ്യം സംസാരിക്കാൻ ഷഷ്മ വായത്തിനെ ക്ഷണിക്കുന്നു. ഓക്കെ സർ, ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ PG ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാലിക്കറ്റ് പ്രസ് ക്ലബിലായിരുന്നു ജേർണലിസം ചെയ്തത്. അപ്പം ആ സമയത്ത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കൊരു ക്യാമ്പസ് ഇന്റർവ്യൂ വന്നത്. അതായത് ഇത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ്, ഞാൻ മനോരമയിലായിരുന്നു. മനോരമയിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ വന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രിന്റ് മീഡിയ, ഞാൻ ഒരിക്കലും ജേർണലിസത്തിന് പോലും റേഡിയോ തിരഞ്ഞെടുക്കാത്ത ഒരാളായിരുന്നു. എന്റെ മനസ്സിൽ പ്രിന്റ് ചാനൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ മനോരമയിൽ കയറി, മനോരമയിലോ മാതൃഭൂമിയിലോ കയറാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഇതുപോലൊരു ക്യാമ്പസ് ഇന്റർവ്യൂ വന്നതും സൂര്യ TV പുതുതായിട്ട് കേരളത്തിൽ ഒരു റേഡിയോ പ്രൈവറ്റ് FM തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 10 പേരായിരുന്നു അന്ന് ചെന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിന് ചെന്നു. 5 പേര് സെലക്റ്റഡ് ആയി. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു അവസാനമായിട്ട് കണ്ട ഒരു സിനിമയെ കുറിച്ച് പറയൂ എന്നായിരുന്നു അവരെന്നോട് ആവശ്യപ്പെട്ടത്. അതിനുശേഷം നെല്ലിക്കയെ കുറിച്ച് സംസാരിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു പ്രൊഡ്യൂസർ പോസ്റ്റ്. പക്ഷെ അവർ എന്നെ പിടിച്ച് RJ ആക്കി. അങ്ങനെയാണ് ഞാൻ റെഡ് FM-ൽ
കണ്ണൂരായിരുന്നു എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കണ്ണൂർ റെഡ് FM ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മുറാദ് ഷാ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയായിരുന്നു നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ലക്ഷദ്വീപ് ആയിരുന്നു. പുള്ളിക്കാരന് എന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഷഷ്മ ഷഷ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നോട് എന്നും ചോദിക്കും, തന്നെ വീട്ടിൽ എന്തുവാ വിളിക്കുന്നത്, ഈ ഷഷ്മ എന്ന് എങ്ങനെ പറയും, നമ്മളിത് RJ നെയിമായിട്ട് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ ആണോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ പേര് രജിസ്റ്റർ ആവാൻ തന്നെ ഒത്തിരി സമയം എടുക്കും. അങ്ങനെ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് വിളിച്ച് വിളിച്ച് അവസാനം ഞാൻ ഓൺ എയർ കയറേണ്ട സമയത്ത് ആ പേരിൽ എന്നെ അങ്ങോട്ട് കയറ്റിയായിരുന്നു. അങ്ങനെയാണ് ഈ RJ ചച്ചു, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ചച്ചു എന്ന്. അങ്ങനെയാണ് RJ ചച്ചു എന്നുള്ള പേരിലാണ് ഞാൻ 10 വർഷം കണ്ണൂർ റെഡ് FM മോർണിംഗ് ഷോ ആയിരുന്നു. രാവിലെ 7 മണി മുതൽ 11 മണി വരെയുള്ള ഡ്രൈവ് ടൈം ഷോ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് ആലുവ, എന്റെ സ്വദേശം ആലുവയാണ്, അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്ത് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് DC ബുക്സിലെ സഞ്ജീവേട്ടൻ വിളിച്ചിട്ട് എന്നാൽ ഒരു ഓഡിയോ ബുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെല്ലുന്നതും ആദ്യമായിട്ട് എന്റെ കയ്യിൽ തന്ന പുസ്തകം നീർമാതളം പൂത്ത കാലമായിരുന്നു, മാധവിക്കുട്ടിയുടെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായത്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. ഞാൻ അങ്ങനെ വലിയൊരു വായനക്കാരിയൊന്നും ആയിരുന്നില്ല, പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ഈ നീർമാതളം പൂത്ത കാലം വായിച്ചത്. ഇതിനിടെ ഞാൻ ഏഷ്യനെറ്റിന്റെ ഒരു ഓൺലൈൻ പോർട്ടലിൽ ഞാൻ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, മാധവിക്കുട്ടിയുടെ ഓർമ്മദിനം വന്ന സമയത്ത് അതിന്റെ അനുഭവക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് അത് വായിക്കാനായിട്ട് തന്നപ്പോ എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഓഡിയോ ബുക്ക്, ഞാൻ കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല. എന്നോട് ഇത് ബുക്ക് തന്നിട്ട് വായിക്കാൻ പറഞ്ഞു. ഇതെങ്ങനെ വായിക്കണം എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാ വായിക്കേണ്ടത്. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, ഇരുന്നിട്ട് ഇത്തിരി പതിയെ വായിച്ചാൽ മതി, അതായത് സ്പീഡിലല്ലാതെ വായിച്ചാൽ മതി, ആൾക്കാർക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പോലെ വായിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങൾ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനൊരു ജീവനുണ്ടല്ലോ, അതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ജീവനുണ്ട്. അവര് വളരെ താളത്തിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളാണ് അതിലെല്ലാം. എല്ലാ ബുക്കുകളിലും പ്രത്യേകിച്ചിട്ട് ഓർമ്മക്കുറിപ്പുകൾ പോലുള്ള പുസ്തകങ്ങളെല്ലാം വളരെ താളത്തിൽ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ചിട്ട് മാധവിക്കുട്ടിയുടെ അമ്മൂമ്മ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഈ അമ്മൂമ്മ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കും, മാധവിക്കുട്ടി എങ്ങനെ സംസാരിക്കും. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ വന്നത് ഈ പുഴയും കടന്ന് എന്ന സിനിമയിൽ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, വെള്ള മുടിയുള്ള. അപ്പൊ ഞാൻ അവരെ മനസ്സിൽ കണ്ടിട്ട് അവരുടെ ഒരു സ്ലാങ്ങിലായിരുന്നു സംസാരിച്ചത്. പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അത് വായിച്ചിറങ്ങിയപ്പോ. എന്നോട് പറഞ്ഞു നന്നായി. അന്ന് എന്നോട് സഞ്ജീവേട്ടൻ പറഞ്ഞത് 30 പേര് ഓഡിഷൻ ചെയ്തിട്ട് 31ാമത്തെ ആളായിട്ടാണ് ഞാൻ അവിടെ എത്തിയതും ആ പുസ്തകം വായിച്ചത്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം അതിനു മുന്നേ മാധവിക്കുട്ടിയുടെ പുസ്തകം വായിച്ചു വെച്ചത് ഭാഗ്യലക്ഷ്മി മാം ആയിരുന്നു. അവര് വായിച്ചതിന് ശേഷമായിരുന്നു മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓഡിയോ ബുക്കിലേക്ക് വന്നത്. പിന്നെ സന്തോഷം എന്ന് പറയാൻ മാധവിക്കുട്ടിയുടെ ഒട്ടുമിക്ക പുസ്തകങ്ങളെല്ലാം വായിക്കാൻ പറ്റി. അതുപോലെ ആരാച്ചാർ ഒഴികെ, ആരാച്ചാറും 1-2 പുസ്തകങ്ങൾ ഒഴികെ KR മീരയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കിഷ്ടപ്പെട്ട ബുക്കുകളും അത്യാവശ്യം ഇതുപോലെ മികച്ചത് എന്ന് പറയപ്പെടുന്ന ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. പിന്നെയുള്ളത്, ഞാൻ പൊതുവെ എന്റെ വായന എന്ന് പറയുന്നത് കഥകളും ഇതുപോലുള്ള മാധവിക്കുട്ടിയുടെയും KR മീരയുടെയും നോവലുകളും ഒക്കെയായിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് വായനയുടെ പല തലങ്ങളിലേക്കും ഞാൻ എത്തിപ്പെട്ടത് ഈ ഒരു ഓഡിയോ ബുക്ക് വായിച്ചതാണ്. കാരണം ചരിത്രം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു. അതും ഓരോന്നും 900, 1000 പേജുകളുള്ള പുസ്തകങ്ങളായിരുന്നു വായിച്ചത്. അതുപോലെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ വിവർത്തനം, അതില് ഈ അന്ന കരനീന, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അസാധ്യമായിട്ടുള്ള ബുക്കാണ്. അതുപോലുള്ള വിവർത്തനങ്ങൾ, പിന്നെ ഒരിക്കലും എടുക്കാൻ നമ്മൾ മടിക്കുന്ന പോലുള്ള അന്തർബദിരർ, മോഹൻ സഹറാവിയൊക്കെ പോലുള്ള പുസ്തകങ്ങൾ, അതും അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളും വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് ഓഡിയോ ബുക്ക് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ്. ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനെങ്കിൽ ചോദിച്ചാൽ പറയാം. റെഡ് FM എങ്ങനെ ഖത്തറിലെ റേഡിയോയിലെത്തി? റെഡ് FM ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ ഞാൻ മാസത്തിൽ 15 ദിവസമായിരുന്നു ഇവിടെ DC ബുക്സിൽ വായിക്കാൻ ചെന്നുകൊണ്ടിരുന്നത്. അപ്പൊ ബാക്കി 15 ദിവസം എനിക്ക് വെറുതെ ഇരിക്കുന്നൊരു വെറുതെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വരണതിന് മുന്നെയാണ് ഞാൻ ഖത്തർ റേഡിയോ സുനോയിൽ ജോയിൻ ചെയ്തത്. ജോയിനിങ് ലെറ്റർ കിട്ടിയ സമയത്താണ് കോവിഡ് വന്നതും എല്ലായിടത്തും ലോക്ക്ഡൌൺ വന്നതും എയർപോർട്ടുകൾ അടയ്ക്കുന്നതും.
അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ റേഡിയോ സുനയിൽ വർക്ക് ചെയ്തു തുടങ്ങി. കാരണം പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. എല്ലാ എയർപോർട്ടും ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്ത് തുടങ്ങിയതാണ്. 3 വർഷം ഞാൻ വീട്ടിലിരുന്ന് തന്നെ ചെയ്തു. ഇപ്പം ഇങ്ങനെ പോകണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്നു. പക്ഷെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പുസ്തക വായനയും നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇവിടെ തന്നെ നിന്നോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ റെഡ് എഫ്എമ്മിൽ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെയുണ്ട്. പിന്നെ എന്റെ ഷോ കേട്ടിട്ടും അങ്ങനെ ഇൻവൈറ്റ് ചെയ്തതായിരുന്നു റേഡിയോ സുനോയിലേക്ക്. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നതും അവിടെ. അവിടെയും രാവിലെ മോർണിംഗ് ഷോ എന്ന് പറയുന്നത് ലൈവ് ഷോ അല്ല ചെയ്യുന്നത്. രാവിലെ 5 തൊട്ട് 6 വരെ ഖത്തർ ടൈം ആണ് ഞാനിപ്പോ ചെയ്യുന്ന ഷോ. വേക്കപ്പ് ദോഹ എന്ന് പറയുന്ന ഷോ. ഇതിൻ്റെ കൂടെ നമ്മൾ ഓഡിയോ ബുക്കുകളാണ് നമ്മുടെ വിഷയം. അതെ. ഇതിലെ ഈ ഫീഡ്ബാക്കുകൾ ഇത് കേട്ടിട്ട് ഇത്രയും 50-ലധികം, എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം കുക്കു എഫ്.എമ്മിലും വായിക്കുന്നുണ്ടോ? കുക്കു എഫ്.എമ്മിൽ പോയിട്ട് വായിച്ചതല്ല, ഞങ്ങൾ സ്റ്റോറി ടെല്ലിംഗിന് വായിച്ചത് തന്നെ കുക്കു എഫ്.എമ്മിലേക്ക് കുക്കു എഫ്.എമ്മിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളാണല്ലോ, ഒന്ന് സ്റ്റോറി ടെല്ലും കുക്കു എഫ്.എമ്മും. അപ്പോൾ ഈ വന്നിട്ടുള്ള 50-ലധികം കൃതികൾ ശഷ്മ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, റെസ്പോൺസ് നേരിട്ടോ അല്ലാതെയോ അതിനെക്കുറിച്ച് കൂടി കിട്ടിയിട്ടുള്ളതിനെ കുറിച്ച് കൂടി പറയണം. എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാ നോക്കണേന്ന്. കാരണം അവിടെ ചെല്ലുമ്പോഴാണ് ഓഫീസിൽ ഇങ്ങനെ പറയാ, ഈ ബുക്ക് കുഴപ്പമില്ലാതെ വായിച്ചു. അങ്ങനെ ആരും വന്നിട്ട് നന്നായി വായിച്ചു എന്നൊന്നും പറയാറൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് എന്നോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലിൽ ഇങ്ങനെ ഫീഡ്ബാക്ക് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നും. കാരണം നന്നായിട്ട് വായിച്ചു. കാരണം എനിക്കറിയണില്ലായിരുന്നു. ഞാൻ എന്റെ മകന് കഥ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ ഞാൻ ആർക്കും ഇങ്ങനെ ഒരു കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് പൊതുവെ കുറവാണ്. പിന്നെ ആർജെ ആയതുകൊണ്ട് എന്റെ ജോലി എങ്ങനെയാണെങ്കിൽ കൂടി ഇത് ഒരു പുസ്തകം വായിച്ചിട്ട് എങ്ങനെ അത് ഈ വായനക്കാരിൽ എത്തണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ ഷീല ടോമിയുടെ വല്ലി വായിച്ചതിന് ശേഷം അവര് ബഹ്റൈനിലാണോ അങ്ങനെ എബ്രോഡാണ് താമസം, കണ്ണൂരാണ് ഞാനെന്ന് അറിഞ്ഞിട്ട് കണ്ണൂർ DC ബുക്സിൽ വിവേകിനെ വിളിച്ചിട്ട് എന്റെ നമ്പർ വാങ്ങിച്ചു. എന്നിട്ട് അവരെന്നെ നേരിട്ട് വിളിച്ചു ഓഡിയോ ബുക്ക് കേട്ടിട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് കുട്ടി വായിച്ചു വെച്ചത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു എഴുത്തുകാരി എഴുതുമ്പോൾ അവർക്കൊരു ഉള്ളിലൊരു പിക്ചർ ഉണ്ടാകും. 10 വായനക്കാര് വായിക്കുമ്പോൾ 10 പിക്ചർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മളതൊരു വായനക്കാരി എഴുതിയത് വായിച്ച് 10 പേരിലേക്ക് എത്തിക്കുമ്പോൾ അവരുദ്ദേശിച്ചതാണോ നമ്മൾ കൊടുക്കണത് എന്ന് അറിയില്ലല്ലോ. അവരുദ്ദേശിച്ച ഒരു ഫീല് കിട്ടുന്നുണ്ടോ, അവരുദ്ദേശിച്ച വികാരം നമ്മുടെ വാക്കുകളിലും നമ്മുടെ ആ ഒരു പ്രൊനൗൺസിയേഷനിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ആ ഒരു സംശയം എനിക്ക് പലപ്പോഴും വായിക്കുമ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഇതെന്നോട് വിളിച്ചിട്ട് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ശിഷ്മ വായിച്ചത് എന്ന് പറഞ്ഞ് എന്നെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ DC-യിൽ അവരൊരു പ്രോഗ്രാമിന് വന്ന സമയത്ത് കണ്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം അവർ രണ്ടാമത്തെ പുസ്തകം ആ നദിയോട് പേര് ചോദിക്കരുത് എഴുതി കഴിഞ്ഞ് അവർ ഓഡിയോ ബുക്കിന് റൈറ്റ് കൊടുത്ത സമയത്ത് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ രണ്ടാമത്തെ ബുക്കും ശഷ്മ തന്നെ വായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ DC-ന്ന് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് വായിക്കുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാരണം, ഒരു എഴുത്തുകാരി നേരിട്ട് വിളിച്ചിട്ട് ഞാൻ വായിച്ചത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ പുസ്തകവും ഇയാൾ തന്നെ വായിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു ഫീഡ്ബാക്ക് അത് തന്നെയാണ്. അത് ഈ വായിച്ച പുസ്തകങ്ങൾ കേരളത്തിലെ എല്ലാ ഭാഗത്തെയും പ്രാദേശികമായ തികച്ചും പിന്നെ ഒരു ഭൂമിശാസ്ത്രപരമായ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഉച്ചാരണമൊക്കെ എല്ലാ കൃതികളിലും വരുന്നുണ്ടല്ലോ, വ്യത്യസ്തമായി. അതെ അതെ. അത് ഈ നാർമണി പുടവയിലെ തമിഴ് തമിഴ് ജീവിതം വരുന്നുണ്ടല്ലേ? അതെ, തമിഴ് എനിക്ക് പൊതുവെ എന്റെ ഭാഷ, ഞാൻ ജനിച്ചതും വളർന്നതും ആലുവയാണെങ്കിൽ എന്റെ പഠനം കണ്ണൂരും കോഴിക്കോടും ആയിരുന്നു. അപ്പൊ ഈ കണ്ണൂർ ഭാഷയുടെ ഒരു പ്രത്യേകത, ഒരു താളം ഉണ്ടെന്ന് മാത്രമല്ല, ചില വാക്കുകൾ ഉച്ചരിക്കുന്നത് വളരെ വികൃതമായിട്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ വേറെ തന്നെ ഒരു രീതിക്കാണ് ഇവിടെ ഉച്ചാരണം. അപ്പൊ അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ കൂടി ഞാൻ കോട്ടയത്ത് ചെന്ന സമയത്ത് ഒരു സങ്കരയിനം ഭാഷയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്റേത്. അപ്പൊ അവിടുന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെയല്ല, ഈ കണ്ണൂരുകാർ ഒരിക്കലും യകാരം പ്രയോഗിക്കില്ല, നായും എങ്ങനെയാ പ്രയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അതൊക്കെ കണ്ണൂർ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല, ഒരു പ്രത്യേകത. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് എന്റെ എവിടേക്കോ വരാറുണ്ടായിരുന്നു, ഒരു ബോധപൂർവം അല്ലെങ്കിൽ കൂടി. അപ്പൊ അതൊക്കെ എന്നെ തിരുത്തിയിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഈ തമിഴ് വായിക്കുന്ന സമയത്തും അതുപോലെ സംസ്കൃതം കുറച്ചുണ്ടായിരുന്നു. ഞാൻ വേറെ ഒരു പുസ്തകം വായിച്ച സമയത്ത് ഒരു 3 പേജ് സംസ്കൃത ശ്ലോകം ഉണ്ടായിട്ട് എനിക്കിത് എങ്ങനെ വായിക്കണം എന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അവസാനം എഡിറ്റോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ആക്കി അത് ചുരുക്കി തന്നു. 2 പേജ് വായിക്കേണ്ട, അല്ല 3 പേജ് വായിക്കേണ്ട 1. അത് തന്നെ വായിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു പേജ് വായിക്കാൻ ഞാൻ ഒരു ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതിന്റെ അർത്ഥം മാറിപ്പോവരുതല്ലോ എന്നുള്ള പണ്ട് രാമനോ തോർത്തില്ല എന്ന് വായിച്ച പോലെ ആവരുതല്ലോ എന്ന് കരുതിയിട്ട് പെൻസിൽ വെച്ച് വരച്ച് ഒരു ദിവസം എടുത്തിട്ടായിരുന്നു ഞാനൊരു പേജ് വായിച്ചു തീർത്തത്. അപ്പൊ തമിഴ് വായിക്കുമ്പോഴും കുറച്ച് കേട്ട് പരിചയം എന്നല്ലാതെ എനിക്കറിയാം അത് ഞാൻ ഒരിക്കലും ഒരു 100% നല്ല തമിഴല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫീഡ്ബാക്ക് മോശമായിട്ട് ആരും പറഞ്ഞില്ല. എനിക്കൊന്ന് ആരോ ഒരാൾ മാത്രം ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെയാണോ തമിഴ് ഉച്ചരിക്കുക ചില വാക്കുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഇരുന്ന് തമിഴ് പറഞ്ഞത്. പിന്നെ വേറെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു സ്ലാങ് ഇതുവരെ എനിക്ക് വായിക്കേണ്ടി വന്നില്ല. കാരണം കണ്ണൂർ ഭാഷ പറയണതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് പിന്നെ എവിടെയും ഒരു സ്ലാങ് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഉച്ചാരണം മാത്രമല്ലേ നോക്കണ്ടൂ. അതുകൊണ്ട് ആ തമിഴും സംസ്കൃതവും മാത്രമായിരുന്നു എനിക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു നമ്മളൊരു പേജ് വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 2 ഭാഷയും വായിക്കാൻ വേണ്ടിയിട്ടൊരു 20 മിനിറ്റോ 15 മിനിറ്റോ ഞാൻ എടുത്തിട്ടുണ്ടാവണം. അതേപോലെ വായിച്ച പുസ്തകങ്ങൾ ഏറ്റവും ദൈർഘ്യമുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ അന്ന കരീനിനെയാണല്ലേ? അതെ. 35 മണിക്കൂറും 30 മിനിറ്റും. ഇത് എത്ര ദിവസം കൊണ്ടല്ല, എത്ര സമയം എടുത്തത് വായിച്ചു ഇത്? എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ പൊതുവേ ഒരു ദിവസം ഒരു 70-80 പേജുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പൊതുവേ എൻ്റെ ഒരു വായന പോണത്. അപ്പൊ ഒരു 350 പേജുള്ള ബുക്കൊക്കെ ഒരു 4 ദിവസം കൊണ്ട് തീർക്കുക. പിന്നെ ഒരു 900 പേജുള്ള ഒരു ബുക്കാണെങ്കിൽ ഒരു 8 ദിവസം പോവുക. അങ്ങനെയും ഒക്കെയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസം എടുത്തിട്ടുണ്ടാവണം. ഒരു 15 ദിവസത്തിൽ കൂടുതൽ എടുത്തിട്ടാണെന്ന് തോന്നുന്നു അത് വായിച്ചത്. പിന്നെ അത് വായിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ആ ബുക്ക് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് ഓഡിയോ ബുക്കിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അത് വായിച്ചിട്ട് ഇത്രയും ദൈർഘ്യമുള്ള ഒരു പുസ്തകം കൂടി ആയപ്പോ ശരിക്കും ഈ സിനിമയിൽ അഭിനയിക്കാൻ പോയ ആൾക്കാർക്ക് കുറെ കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണോന്ന് പറഞ്ഞു കേട്ടതുപോലെ ഇരുന്നു എന്റെ അവസ്ഥ. കാരണം 15 ദിവസം അന്നാ കരീനിനെയായിട്ട് ജീവിച്ചിട്ട് എനിക്ക് അവര് മരിച്ചു പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അത്രയും സങ്കടം വിട്ടിട്ട് എനിക്ക് കുറെ ദിവസം അതിന്റെ ഹാങ് ഓവർ എന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി ദിവസം എടുത്തിട്ട് 15-20 ദിവസം എടുത്തിട്ട് ഞാൻ വായിച്ച പുസ്തകമാണത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചോദ്യോത്തര സമയത്താണ് ചോദിക്കേണ്ടതെങ്കിലും അനുഭവ തലത്തിലുള്ള ചില കാര്യങ്ങൾ പറയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ബാക്കി നമുക്ക് ചോദ്യോത്തര സമയത്തെ നമുക്ക് വിനോദ് സംസാരിച്ച ശേഷം വരും, അതിലേക്ക് മാറ്റിവെക്കാം അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ കേട്ടത് ശഷ്മ വായത്താണ്. നമ്മൾ PK വിനോദിലേക്ക് പോകുന്നു. PK വിനോദ് നിലമ്പൂർ സ്വദേശിയാണ്. അവിടെയുള്ള മന്ദം സ്മാരക NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കണോമിക്സ് അധ്യാപകനാണ്. 2011 മുതൽ റേഡിയോ പരിപാടികൾ അവതരിപ്പിക്കുന്നു. 2005 മുതൽ കോഴിക്കോട് നിലയത്തിൽ, 2006 മഞ്ചേരി FM ആരംഭിച്ച സമയം മുതൽ അവിടെ അവതാരകനാണ്. ഒട്ടേറെ ജനപ്രിയ പരിപാടികൾ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നോവൽ വായിച്ചിട്ടുണ്ട്. ഖദീജ മുംതാസിൻ്റെ ബർസ എന്ന നോവൽ റേഡിയോയ്ക്ക് വേണ്ടി അവിടെ വായിച്ചിട്ടുണ്ട്. സ്റ്റോറി ടെൽ വിനോദ് വായിച്ച 25ഓളം ഓഡിയോ ബുക്കുകളുണ്ട്. അതിലെ മൈന ഉമൈബാൻ്റെ ഹൈറേഞ്ച് തീവണ്ടി, പത്മരാജൻ്റെ അരപ്പട്ട കെട്ടിയ ഗ്രാമം, തകര, ഉദകപ്പോള തുടങ്ങിയ കഥകളും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഏറ്റവും ദൈർഘ്യമുള്ള പുസ്തകം അദ്ദേഹം വായിച്ചത് ശശി തരൂരിൻ്റെ പുസ്തകത്തിൻ്റെ വിവർത്തനമാണ്. ദേശീയതയുടെ ഉത്കണ്ഠ, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. അത് 17 മണിക്കൂറും 23 മിനിറ്റുമാണ് സ്റ്റോറി ടെൽ ഈ പുസ്തകം ഉള്ളത്. ഗായകൻ കൂടിയാണ്. അപ്പോൾ വിനോദിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രദീപ് സാർ കേൾക്കാമോ? കേൾക്കാം. പ്രിയപ്പെട്ട പ്രദീപ് സാർ, ഹേമ മാഡം, എനിക്കേറെ പ്രിയപ്പെട്ട ശഷ്മ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നമസ്കാരം നേരുകയാണ്. കേൾമൊഴിക്കാലം എന്ന പേരിലുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രത്യേകമായി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തും ഗുരുതുല്യനുമായിട്ടുള്ള പ്രദീപ് സാറിനോട് പ്രത്യേകമായി അറിയിക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന
ഈ പൊതുവേദിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് സത്യത്തിൽ എന്താണ് ഇപ്പൊ ഇവിടെ വെച്ച് പറയേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ യോഗ്യനാണോ എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഇപ്പൊ ശഷ്മിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞാനിപ്പോ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം അത്രയൊന്നും വായനാനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. ഓഡിയോ ബുക്ക് കേൾവി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ അവതരണ രംഗത്തോ ഒന്നും അങ്ങനെ കാര്യമായി എന്തെങ്കിലും ചെയ്ത ഒരാളല്ല ഞാൻ. അത്ര സജീവമായിട്ടുള്ള ഒരാളല്ല ഞാൻ. അങ്ങിങ്ങായി എന്തൊക്കെയോ ചെയ്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു വലിയ അടയാളപ്പെടുത്തലുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ശഷ്മയൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഈ എന്താ പറയേണ്ടത് ഒരു കല എന്നുള്ള നിലയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, പ്രൊഫഷൻ എന്നുള്ള നിലയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുമ്പോൾ അതെന്ത് എങ്ങനെ എങ്ങനെ സംസാരിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് ചില ആശങ്കകളുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞു പോകാം. എനിക്ക് തോന്നുന്നു ഈ കേൾമൊഴിക്കാലത്തിന്റെ അവസാന ഭാഗമാണിതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിഷയത്തിന്റെ വൈവിധ്യപൂർണമായിട്ടുള്ള ഒരുപാട് വശങ്ങൾ വിശദമായിട്ട് തന്നെ അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല അതിന്റെ ഒരു അവസാന ഭാഗത്ത് ശഷ്മയും സംസാരിച്ചു നിർത്തി. വിനോദ അവസാന ഭാഗമല്ല, അല്ല ഇനി അടുത്ത ആഴ്ച ഉണ്ട് അല്ലേ? അതിന്റെ പകുതി എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ. ഞാൻ ധരിച്ചത് എനിക്ക് തോന്നുന്നു നാലാമത്തെ എപ്പിസോഡാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഞാൻ കരുതി അങ്ങനെ മൂന്നാമത്തെ. ഓക്കെ. എന്തായിരുന്നാലും ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നതിൽ കാര്യമില്ലെന്ന് തോന്നുന്നു. ഈ രംഗത്തെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ ചുരുക്കി പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രദീപ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു കളിക്കൂട്ടുകാരനെ പോലെ റേഡിയോ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എന്റെ കേൾവിയുടെ ലോകം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തന്നെയാണ്. റേഡിയോ പരിപാടികൾക്കായി, പാട്ടുകൾക്കൊക്കെ ആയിട്ട് നാടകങ്ങളും ശബ്ദരേഖകളും ഒക്കെ കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശബ്ദ കലയെക്കുറിച്ചും അതുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ റേഡിയോ കേട്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. റേഡിയോ കേൾക്കുമ്പോൾ അതിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ആ കാലത്തെ നമ്മുടെ ഒരു കാര്യം അല്ലെ? അത് കേൾക്കുന്ന സമയത്ത് അങ്ങനെ അതിൽ മുഴുകി ജീവിക്കുക. പിൽക്കാലത്ത് ഈ ഓഡിയോ ബുക്ക് കേൾക്കുമ്പോഴും അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതിൽ മുഴുകി ആ കഥയിൽ കഥാപാത്രങ്ങൾക്കൊക്കെ ജീവിക്കുക എന്നതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു ശ്രീരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പലയിടത്തും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരുന്നുള്ളതാണ്. ഒരുതരം ഒടുങ്ങാത്തൊരു തരം അഭിനിവേശം, നമുക്കൊരു വല്ലാത്തൊരു ഇഷ്ടം റേഡിയോ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു ഉപകരണത്തോടും ആ ഒരു മാധ്യമത്തോടും ഒക്കെ ഉണ്ടായിരുന്നു. ഓഡിയോ ബുക്ക് റീഡർ ഒക്കെ ആയിട്ട് ഒരുപക്ഷെ പിൽക്കാലത്ത് വരാൻ, ഒരു റേഡിയോ അവതാരകനായിട്ട് പിൽക്കാലത്തൊക്കെ വരാൻ കാരണവും നമുക്ക് ആ ഒരു വല്ലാത്ത ഇഷ്ടം അതിനോടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഈ ശ്രവ്യമാധ്യമത്തിന് എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കാൻ പറ്റും എന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ എന്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാവ് എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് തന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് വലിയ എന്താ പറയണ്ട അംഗീകാരങ്ങൾ, എന്നെ സംബന്ധിച്ച് വലിയ അംഗീകാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ റേഡിയോ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് റേഡിയോയിലൂടെ കേട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലളിതഗാനം ഉണ്ടായിരുന്നു. എന്നിട്ടും ഓമലാൾ എന്ന് പറഞ്ഞ് ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അത് പലതവണ റേഡിയോയിലൂടെ മാത്രം കേട്ട് പഠിച്ച് സ്കൂളിൽ പോയി അവതരിപ്പിക്കുകയും ആ ലളിതഗാന മത്സരത്തിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേൾവിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. റേഡിയോയിലൂടെ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ ആ ചർച്ച വളരെ സൂക്ഷ്മതയോടുകൂടി കേട്ടിട്ട് സ്കൂളിൽ പോയിട്ട് അതേ വിഷയത്തിൽ ടീച്ചർ സംഘടിപ്പിച്ച ചർച്ചയിൽ സംബന്ധിച്ച് സംസാരിക്കാൻ സാധിക്കുകയും അത് വലിയ അംഗീകാരമായിട്ട് കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. വിജയവാണി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ സാർ, നമ്മുടെ SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിരുന്ന ആകാശവാണിയിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. അത് കേട്ടുകൊണ്ട് ഹിന്ദി പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഈ കേൾവി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് ഞാൻ. അന്നൊന്നും പക്ഷെ ഞാനൊരു പ്രക്ഷേപകനാകുമെന്നോ അങ്ങനെ ഒരു അവതാരകനാകുമെന്നോ ഞാൻ കരുതിയിട്ടില്ല. സാറോട് സൂചിപ്പിച്ചതുപോലെ തന്നെ 2004-2005 ആ കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. ഈ വാണി കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ആകാശവാണിയെ സംബന്ധിച്ച്. അപ്പൊ ആ കോഴ്സിൽ ആദ്യമായിട്ട് പങ്കെടുത്ത ആളാണ് ഞാനും. പ്രിയം, സരിത എന്നൊക്കെ പറഞ്ഞ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 2004-ലാണത്. അതിനുശേഷം 2005 അതേ വർഷം തന്നെ 2004 അവസാനത്തോടു കൂടി തന്നെ പാനലിൽ വരികയും കോഴിക്കോട് ആകാശവാണിയിൽ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യക്തിപരമായിട്ട് എനിക്ക് ഈ വേദിയിൽ
ഷെയർ ചെയ്യാനുള്ളത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ പ്രദീപ് സാറിന്റെ ശിഷ്യനായിട്ട് ഏതാണ്ട് 2 വർഷക്കാലം കോഴിക്കോട് ആകാശവാണിയിൽ കോഴിക്കോട് FM ഉണ്ടായിരുന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് സംസ്കരിക്കപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലം ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും കാലത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും നന്നായി ഫ്രൂട്ട്ഫുൾ ആയിട്ട് ആ കാലം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ കീഴിൽ എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതിനുശേഷം മഞ്ചേരി ആകാശവാണിയിൽ വന്നപ്പോഴും ഏതാണ്ട് 5 വർഷക്കാലം സാറിന്റെ കീഴിൽ തന്നെയായിരുന്നു. സാറിന്റെ ഒരു മേൽനോട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ശബ്ദകലയുടെ ഒരു വിസ്മയ ലോകം തന്നെ അദ്ദേഹം അതിന്റെ സാധ്യതകൾ ഒരുപാട് എനിക്കൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ആളാണ് പ്രദീപ് സാറ്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ ആ കാലത്ത് നമ്മൾ ചെയ്തിരുന്നു. റേഡിയോ റിപ്പോർട്ടുകൾ, ചിത്രീകരണങ്ങൾ, ഫോണിൻ പരിപാടികൾ, സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നോവൽ വായന, പ്രമേയാധിഷ്ഠിതമായിട്ടുള്ള ചലച്ചിത്ര ഗാന അവതരണം, അങ്ങനെ ഒട്ടേറെ പരിപാടികളുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കേൾമൊഴിക്കാലം അല്ലെ, കേൾമൊഴിക്കാലത്തിൽ എനിക്ക് പങ്കുവെക്കാനുള്ളതും സത്യം പറഞ്ഞാൽ മറ്റൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ വലിയ ഓഡിയോ ബുക്ക് ഒരുപാട് വായിച്ചിട്ടുള്ള ആളല്ല എന്നുള്ളതുകൊണ്ട് റേഡിയോ സംബന്ധമായിട്ടുള്ള എന്റെ ഒരു അവതരണത്തെ കുറിച്ച് പറഞ്ഞു പോകണം തന്നെയാണ് എനിക്ക് കരുതുന്നത്. ഇപ്പോൾ ഏതാണ്ട് 20 വർഷമായിട്ട് രംഗത്തുണ്ട്, പ്രക്ഷേപണ രംഗത്ത്. പല മേഖലകളിലും പ്രക്ഷേപണ രംഗത്ത് തന്നെ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ കൈവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. റേഡിയോ നാടക രംഗത്ത് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അഖില കേരള റേഡിയോ നാടക മത്സരത്തില് മഞ്ചേരി നിലയത്തിന് വേണ്ടിയിട്ട് ഒരു വർഷം S. രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹമായിരുന്നു അന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തില് കടൽക്കളി ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് എന്ന നാടകം പ്രൊഡ്യൂസ് ചെയ്തിട്ട് എയറിൽ എത്തിക്കാൻ സാധിച്ചു. എന്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അവതരണ രംഗത്തെ ഏറ്റവും വലിയ മറക്കാനാകാത്ത ഒരു ഏടായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. മഞ്ചേരി FM പ്രദീപ് സാറിന്റെ മേൽനോട്ടത്തിൽ തന്നെ 5 വർഷക്കാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു കാലം എന്ന് യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. നമ്മളൊരു അവതാരകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട ഒരു വായനക്കാരൻ എന്നുള്ള നിലയിലൊക്കെ നമുക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിച്ച ഒരു കാലം കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ അവതാരകരെ സംബന്ധിച്ചും ശ്രോതാക്കളെ സംബന്ധിച്ചും ഒക്കെ ഒരു സമ്പന്ന കാലം തന്നെയാണ് എന്നുള്ളതാണ്. മഞ്ചേരി FM ഒരു മുഖച്ഛായ തന്നെ മാറിയ ഒരു കാലമായിരുന്നു എന്നുള്ളതാണ്. അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് 2 നോവലുകൾ, വളരെ പ്രധാനപ്പെട്ട 2 നോവലുകൾ അക്കാലത്ത് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി മഞ്ചേരി FM പ്രക്ഷേപണം ചെയ്യാൻ എന്റെ ശബ്ദത്തിലൂടെ പുറത്തു പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബർസ എന്ന് പറയുന്ന ഡോക്ടർ ഖദീജ മുംതാസിന്റെ ബർസ, പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന്, ഈ 2 നോവലുകൾ അതിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു സാധാരണ ഒരു പ്രോഗ്രാം അവതാരകനായി എനിക്ക് ശബ്ദകലയുടെ മറ്റൊരു ലോകം കാണിച്ചു തന്നത് യഥാർത്ഥത്തില് നമുക്ക് ഗുരുതുല്യരായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരുപാട് പേരുടെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണുള്ളതാണ്. നമ്മുടെ വായനയ്ക്കായി ഒരു പരിചയം പോലും ഇല്ലാത്ത കുറെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെ ഫോണിൽ വിളിച്ചിട്ട്, കത്തുകൾ എഴുതിയിട്ട്, നേരിട്ട് കണ്ടിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയുക, സ്നേഹം പങ്കുവെക്കുക, ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു പല പരിപാടികൾക്കും മുമ്പ് അങ്ങനെയുള്ള ചില അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴും നമ്മൾ ഈ നോവൽ വായിച്ചുകൊണ്ട് അത് ആ രംഗത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അത് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്കൊരു വ്യത്യസ്തമാർന്നൊരു അനുഭവമായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ 20 വർഷമായിട്ട് ആകാശവാണിയിൽ അങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പല തരത്തിലുള്ള അന്വേഷണങ്ങളും ആശംസകളും പ്രശംസകളും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ നോവൽ വായിച്ചിട്ട് ആളുകൾക്കിടയിലേക്ക് ഓരോ ദിവസവും നമ്മുടെ വായനയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അനുഭവം. ഓരോ ദിവസം 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെയാണ് അത് പ്രക്ഷേപണം ചെയ്യുക ഓരോ ദിവസവും. അങ്ങനെ ഒരു നോവൽ പ്രക്ഷേപണം ചെയ്ത് കഴിയുമ്പോഴേക്കും ഏതാണ്ട് 3-4 മാസമൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഒരു 5-6 മാസക്കാലം ഈ നോവൽ വായനയുടെ ഭാഗമായിട്ട് റേഡിയോയിൽ നിരന്തരം നമ്മുടെ ശബ്ദം കേൾക്കുക, നമ്മളെ കാത്തിരിക്കുക, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നീടാണ് ഞാൻ DC ബുക്സിലേക്ക് വരുന്നത്. DC ബുക്സിലേക്ക് വരുന്നത് ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ, ലക്ഷ്മിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലേക്ക് വരാൻ വളരെ യാദൃശികമായിട്ടാണ്. അതിനും ഒരു ഹേതുവായിട്ടുള്ളത് പ്രദീപ് സാറാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ ഒരു അവസരമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓഡിയോ ബുക്കിനെ സംബന്ധിച്ച് ഇത്തരം സാധ്യതകളെ സംബന്ധിച്ചൊക്കെ അറിയുന്നത്. അങ്ങനെയൊക്കെ ചില രംഗങ്ങൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ്. അപ്പൊ അദ്ദേഹമാണ് അതിലേക്കും നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിട്ടത്. അതിലേക്ക് മെയിൽ അയക്കേണ്ട മെയിൽ ID അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളൊക്കെ എനിക്ക് തന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു സജഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിലേക്ക് അയച്ചതും. ഒരുപാട് പേരുടെ ഓഡിഷൻ ഉണ്ടായിരുന്നു. ആ ഓഡിഷനിൽ നമുക്ക് സെലക്ഷൻ കിട്ടി. അതിനുശേഷം അവിടേക്ക് DC ബുക്സിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ എന്റെ ഒരു സുഹൃത്തായിരുന്നു അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പിന്നീട് വന്നത്. ഇവിടെ പലരും പറഞ്ഞു സഞ്ജീവ് S. പിള്ളൈ, അദ്ദേഹം എന്റെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്.
ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ നാട്ടിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സഹായം ആ കാര്യത്തിൽ അവിടെ അവതരണ രംഗത്ത് നമ്മളെ സഹായിച്ചിരുന്നു. സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ വായിക്കുന്നത് ആ ഒരു സമയത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ അധികമൊന്നും വായിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ വായിച്ചിട്ടുള്ളൂ. നേരത്തെ സാറ് പറഞ്ഞതുപോലെ 10-25 പുസ്തകങ്ങൾ മാത്രമേ എന്നെ സംബന്ധിച്ച് അതിലുള്ളൂ. പ്രദീപ് സാറിന്റെയും ടീമിന്റെയും കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്, പിന്നെ DC-ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക്, പിന്നെ സഞ്ജീവിന് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ള ചില വർക്കുകൾ. എനിക്ക് തോന്നുന്നു കുറച്ചധികം ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ പോസ്റ്റ് ചെയ്യാത്തതും അല്ലാത്തതൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു 10-30 ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അതിലിപ്പോ സാറ് പറയുണ്ടായി ഞാൻ അവതരിപ്പിച്ചതും സ്റ്റോറി ടെല്ലിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുണ്ടായി. ഇനിയിപ്പോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ GR ഇന്ദുഗോപന്റെ കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ പത്മരാജന്റെ കഥകൾ, ഈ ഉദകപ്പോൾ ഉൾപ്പെടെയുള്ള നോവലുകൾ, മറ്റു ചില കഥകളും നോവലുകളും ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സാറ് സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിന്റെ ആ പുസ്തകം തന്നെയാണ് ഏറ്റവും ദൈർഘ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു നോൺ ഫിക്ഷനാണ്. ആദ്യം ഞാൻ വായിച്ച പുസ്തകം എനിക്ക് തോന്നുന്നു ശേഷക്രിയ എന്ന പുസ്തകമാണ്. റേഡിയോയിൽ വായിച്ചത് അല്ലാതെ സ്റ്റോറി ടെല്ലിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വായിച്ചത് M. സുകുമാരന്റെ ശേഷക്രിയ എന്ന് പറയുന്ന പുസ്തകമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എനിക്ക് അതിന്റെ വലിയ വായനാനുഭവം ഇല്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞിരുന്നു. ഓരോ പുസ്തകവും എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ അനുഭവം എങ്ങനെയാ വെച്ചാൽ, ഓരോ പുസ്തകവും മൈക്കിന് മുമ്പിൽ നിന്ന് വായിക്കുമ്പോൾ അത് ഓരോരോ അനുഭവങ്ങളായിരുന്നു എനിക്ക് തന്നിരുന്നത് എന്നുള്ളതാണ്. മൈക്കിന് മുമ്പിൽ നിന്നിട്ട് വായിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ അങ്ങനെ ഒരു തലത്തിൽ മാത്രം പോകുന്ന ഒരു ഘട്ടം പോലും എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പുസ്തകത്തിൽ നമ്മൾ ഏതാണോ, പ്രത്യേകിച്ച് പത്മരാജന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിലെങ്കിൽ ലയിച്ചു പോവുമല്ലോ, വല്ലാത്ത ഒരു ആകർഷണീയത അല്ലേ, നമുക്ക് വല്ലാതെ നമ്മൾ അതിനകത്തേക്ക് പിടിച്ച് നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹത്തെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ. അതൊക്കെ വായിക്കാൻ പറ്റി എന്നുള്ള ലോലയൊക്കെ വായിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങ് അതിലങ്ങ് ഇഴുകിച്ചേരുകയായിരുന്നു എന്നുള്ളതാണ് എന്റെ കാര്യം. അപ്പോ അങ്ങനെ അതിനോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചു എന്നുള്ളത്, അതിനോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ വായനാകാലം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ഓഡിയോ ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളൊന്നും അങ്ങനെ മുൻപ് വായിച്ചിട്ടുള്ളതായിരുന്നില്ല, ആദ്യമായിട്ടതായിരുന്നു വായിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അനുഭവം എനിക്ക് അങ്ങനെ ഉണ്ടാവാൻ കാര്യം. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇതിപ്പോ ഒരു മൈക്കിന് മുമ്പിൽ വേണ്ടിയിട്ട് റെക്കോർഡിംഗ് പർപ്പസോട് കൂടിയിട്ട് വായിക്കുകയാണെന്നുള്ളൊരു ചിന്ത സത്യത്തിൽ ആ സമയത്ത് പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ വായിച്ചവതരിപ്പിച്ച സൃഷ്ടികളിലൂടെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കുന്നു എന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഈ കാലത്ത് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആരെയും കേൾക്കാനും നോക്കാനും അറിയാനും ഒന്നും സമയമില്ലാത്ത ഒരു ലോകത്ത് നമ്മളെയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറെ പേരുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അങ്ങനെ ഒരു ധാരണ, ഒരു തിരിച്ചറിവ് നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് സന്തോഷവും ഊർജ്ജവും ഒക്കെ പകർന്നു നൽകുന്ന, ഒരു പ്രത്യേക അനുഭൂതി പകർന്നു നൽകുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ച് ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അത് എന്ന് ആണ് ഞാൻ കരുതുന്നത്. ഈ രംഗത്ത് നമ്മൾ കുറെ കൂടി എന്താ പറയണ്ട, സമ്പന്നരാകേണ്ടതിന്റെ, കൂടുതൽ നവീകരിക്കപ്പെടേണ്ടതിന്റെ ഒക്കെ ഒരു ആവശ്യകത ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇനി അതിലേക്കാണ് വരുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഇതിൽ സജീവമാകുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് കൂടി ഉത്തരം ഞാൻ പറയാണ്. വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോന്നല് എന്നെ സംബന്ധിച്ച് പിന്നെ എന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ വന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്താ പറയണ്ടേ, എന്നെ സ്വയം പിന്തിരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൽ സജീവമാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓഡിയോ ബുക്കൊന്നും ഇപ്പൊ ചെയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. നമ്മള് എന്താ പറയാ, ഒരു വർഷമായിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 1 വർഷത്തിലധികമായിട്ട് ഇപ്പൊ അങ്ങനെ വായിക്കുന്നില്ല, ഓഡിയോ ബുക്കിന് വേണ്ടിയിട്ട് വായിക്കാറില്ല എന്നുള്ളതാണ്. ഓഡിയോ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ അലോസരപ്പെടുത്തിയിരുന്ന ആ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വായനക്കാരന്റെ അല്ലെങ്കിൽ കേൾവിക്കാരന്റെ ഒക്കെ ഒരു ഭാവനാ ലോകം അങ്ങനെ ശരിയായ വിധത്തിൽ അങ്ങ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുമോ, അത് വളരെ എന്താ പറയാ പരിമിതപ്പെടുത്തുകയല്ലേ എന്നൊക്കെ ഒരു ചോദ്യം എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വായനക്കാരൻ പുസ്തകം വായിക്കുമ്പോൾ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഭാവനാ ലോകത്തിന് എത്രയോ ഇപ്പുറത്താണ്, ചുരുങ്ങിയ ഒരു ഏരിയയിൽ മാത്രമാണ് നമ്മുടെ റീഡിംഗ് ഉള്ളത് എന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിലുണ്ടായിരുന്നു. വായനയുടെ വിശാലമായ ഭാവനാ ലോകത്ത് നിന്ന് ഒരാളെ പരിമിതപ്പെടുത്തുന്നതിന് എന്താ പറയണ്ടേ, എന്തോ ഒരു പാതകമായിട്ട് പോലും എനിക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യുന്നോ എന്നുള്ളൊരു ചിന്ത പോലും എന്നിൽ ഉണ്ടായിരുന്നുള്ളതാണ്. ഇത് ഒരു കലയായി കണ്ട് ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരുടെയൊക്കെ ഇപ്പൊ ശഷ്മ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ സംഭാവന ആ നിലയിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത്
നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വായനക്കാരുടെ ഇടയിൽ, കേൾവിക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അവരുടെ ഇടപെടലോ അവരുടെ സംഭാവനകളോ ഒന്നും കുറച്ച് കാണിക്കുകയൊന്നുമല്ല ചെയ്തത്. ഇത് എന്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ഒരു ചിന്ത, അത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പരിമിതപ്പെടുത്തലിൽ എന്നെ എന്തോ പല പല കാര്യങ്ങൾ അങ്ങനെ എന്നെ പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരോടൊക്കെ എനിക്ക് എല്ലാ കാലത്തും സ്നേഹവും ബഹുമാനവും മാത്രം തന്നെയുള്ളൂ. ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടോ ഒന്നുമല്ല ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. എത്രയോ ആളുകളുടെ ഇപ്പൊ ആയിരക്കണക്കിന് എന്താ പറയേണ്ട പുസ്തകങ്ങൾ ഓഡിയോ ബുക്കായിട്ട് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഇപ്പോ കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശാലമായ ലോകത്ത് അവർക്ക് സന്തോഷിക്കാൻ, അവർക്ക് അനുഭൂതിദായകമായിട്ടുള്ള ഒരുപാട് 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 കാര്യങ്ങളിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഞാൻ അതിനെ ആ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ പുതിയ കാലത്തെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഇപ്പൊ ഈ ഓഡിയോ ബുക്കിനപ്പുറത്തേക്ക് ലോകം വളരെയാണ്. ഇപ്പൊ നേരത്തെ പ്രദീപ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഡിയോ സിനിമ വരുന്നു അല്ലെ, ഓഡിയോ ഷോകൾ വരുന്നു, പല പല സീരീസുകൾ വരുന്നു. ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ വരെ വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ ആ രംഗത്ത് വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈ രംഗത്ത് എന്താ പറയേണ്ടത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കാലദൈർഘ്യമൊന്നും ഇല്ലാതെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ കാലത്തിന്റെ മറ്റൊരു സവിശേഷത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതൊക്കെ ആർക്കും ചെയ്യാമെന്നുള്ള ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു അല്ലെ. ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ ആർക്കും പാടാം അല്ലെ, ആർക്കും ആടാം, ആർക്കും എഴുതാം, ആർക്കും സിനിമ ഷൂട്ട് ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. അപ്പോ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും എല്ലാ ഇടങ്ങളിലും അവനവനെ കൊണ്ട് ആവുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ ഒപ്പമെത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരിമിതിയാണ് എന്നെ സംബന്ധിച്ചുള്ള. അങ്ങനെ കിതച്ചു നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ സ്വയം വിലയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഒരു തലത്തിലേക്കൊന്നും, അല്ലെങ്കിൽ അങ്ങനെ കാലം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ, ഈ രംഗം വളരെ സജീവമായിട്ട് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിനോടൊപ്പം എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ചിന്തയാണ് എന്റെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ്. ഇഷ്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം അല്ലെ. നമ്മൾ എന്താ പറയണ്ടേ, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ്. എന്താ പറയണ്ട, കേൾവിയുടെ യഥാർത്ഥ സുഖം നഷ്ടപ്പെടുമോ? ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ ഈ വായന മരിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ വായന മരിച്ചു എന്ന് പറയുമ്പോൾ വായന മരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ, വായന മരിക്കാതെ. ഹലോ ഹലോ ഹലോ, കേൾക്കാം. ഹലോ, ബാക്കി പറയുക. ഇടയ്ക്ക് ഒരു ഒറ്റ സെക്കൻഡ് കട്ടായിപ്പോ. എത്രയുള്ളൂ? അതെ. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ സാറേ? ഇപ്പൊ കേൾക്കാം. അപ്പോ എന്റെ ഇഷ്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടേക്ക് പോകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്, മറ്റൊന്നും കൊണ്ടല്ല. തികച്ചും വ്യക്തിപരമായിട്ടുള്ള എന്റെ ഒരു പ്രശ്നമായിട്ടാണ്, എന്റെ ഒരു ചിന്തയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കേൾവിയുടെ യഥാർത്ഥ സുഖം നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പണ്ട് ടി വി ഒക്കെ വന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു അല്ലെ. ടി വി വന്ന സമയത്ത് നമ്മൾ റേഡിയോയെ മുറുകെ പിടിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, റേഡിയോയെ മുറുകെ പിടിച്ചിരുന്ന ആളാണ്. അതേപോലെ തന്നെ ഈ ഓഡിയോ ബുക്ക് വന്ന സമയത്ത് അതിൽ എന്റെ ഉള്ളിൽ അന്നു മുതലേ ഉണ്ടായിരുന്ന ഒരു ചിന്ത, ഈ വായനയുടെ ഒരു സുഖം നഷ്ടപ്പെടുമോ, വായനയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ ഒരു ലോകം നമുക്ക് നൽകിത്തരുന്ന ആ ഭാവനയുടെ ഒരു വലിയ ലോകം നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടിയിരുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും പുതിയ കാലത്ത് യുവജനതയൊക്കെ ഇളക്കി മറിക്കുന്ന ഒരുപാട് ഒരുപാട് കലാകാരന്മാരുടെ നിറവ് കൊണ്ട് ശ്രദ്ധേയമാണ് ശ്രവ്യ ലോകത്തിന്റെ പുതുപുത്തൻ ആവിഷ്കാരങ്ങൾ ഒക്കെ അങ്ങനെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ ഈ രംഗത്ത് ഇപ്പോഴും സജീവമായിട്ട് ഇടപെട്ട് ഒരുപാട് സംഭാവനകൾ നൽകുന്നു. ഇപ്പൊ ശഷ്മയെ പോലെയുള്ള ആളുകളൊക്കെ, രാജേഷ് കെ പുതുമനെ പോലെയുള്ള ആളുകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് അവതാരകരുണ്ട്. ഇപ്പോ ആകാശവാണിയിലൊക്കെ ആണെങ്കിൽ ബോബിയേട്ടനെ പോലെയുള്ള, ബോബി സി മാത്യു പോലെയുള്ള ആളുകളൊക്കെ, ദാമോദർ, അദ്ദേഹത്തിന്റെ ആടുജീവിതമൊക്കെ മഞ്ചേരി FM-ൽ പ്രക്ഷേപണം ചെയ്തിരുന്ന സമയത്ത് സ്ഥിരം കേട്ടിരുന്ന ആളായിരുന്നു. എല്ലാ ദിവസവും അതിനു വേണ്ടിയിട്ട് ഒരു ശ്രോതാവ് കാത്തിരിക്കുന്ന പോലെ തന്നെ കാത്തിരുന്ന ഒരു അവതാരകനായിരുന്നു ഞാൻ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവരുടെയൊക്കെ സംഭാവനകളെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വായനാനുഭവവും എന്റെ അവതരണാനുഭവവും ഒക്കെ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാനാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാമെന്ന് കരുതുന്നു.
താങ്ക് യു സർ. അപ്പം വിനോദ് പറഞ്ഞതും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ന് എത്തിയിട്ടുണ്ട്. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കണം. താരതമ്യേന നമുക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ല, കുടുംബസമേതം ഇത് ഓഡിയോ ബുക്കുകൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ലേ? ഭാര്യ വായിച്ചിട്ടില്ലേ? ഉണ്ട് സാർ. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ സുഹൃത്ത് സഞ്ജീവ് ആയിരുന്നു അതിനൊരു കാരണക്കാരൻ. സഞ്ജീവ് വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിരന്തരം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വീട്ടിലൊക്കെ തന്നെ അതിന്റെ ചെറിയ സംവിധാനങ്ങൾ, വലിയ കോസ്റ്റ്ലി അല്ലാതെ, വലിയ ചെലവ് പണച്ചെലവില്ലാത്ത വിധത്തിൽ അത് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അദ്ദേഹത്തിന്റെ തന്നെ മേൽനോട്ടത്തിൽ ഞങ്ങൾ ചെയ്തിരുന്നു. ഏതാണ്ട് ഒരു വർഷത്തോളം കുറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തന്നെ ഞാൻ വായിച്ചിരുന്നു. വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഞാനും വായിച്ചിരുന്നു. എനിക്ക് വായിക്കാൻ പറ്റാത്ത സമയത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ ഭാര്യയും വായിച്ചിരുന്നു. ഭാര്യയുടെ പേര് രാഖി എന്നാണ്. രാഖിയുടെ പുസ്തകങ്ങളും കുറെ സ്റ്റോറികളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാം സർ. ഞാൻ ചോദിക്കാം. ഇപ്പൊ ഈ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ്, അതായത് കേൾവിയുടെ യഥാർത്ഥ സുഖം നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഒരു ആശങ്ക. അതുകൊണ്ട് അത് മാത്രമല്ല, ഭാവനയുടെ ലോകം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ട് വായന കുറച്ചു, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോ നമുക്കിപ്പോ സിനിമകളുണ്ട്. ഇപ്പൊ അരപ്പട്ട കെട്ടിയ ഗ്രാമം സിനിമയാക്കിയപ്പോ അത് മറ്റൊരു ലോകമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ആടുജീവിതമാണെങ്കിലും ബെന്യാമൻ എന്താണോ വരച്ചു കാട്ടിയത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് പിന്നെ ശ്രോതാക്കൾക്കും പിന്നെ കാഴ്ചക്കാർക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് സ്വാഭാവികമാണല്ലോ. നമ്മള് എഴുത്ത് എന്നുള്ളതിന്റെ ഒരു ഭാവനാ തലത്തിലേക്ക് വരുമ്പോൾ പല രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് കാരണമുണ്ടോ അതിലൊക്കെ? സത്യത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് കാരണം ഉണ്ടായിരിക്കില്ല. ഇത് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചല്ലോ, ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ പക്ഷം ഒരുപക്ഷെ ഏറ്റവും അടിയിലായിരിക്കും. അല്ലാത്ത പക്ഷത്തിനാണ് മുൻതൂക്കം കിട്ടുക. ഞാനത് അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുന്നു. ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ തന്നെ പല നോവലുകളും പല കഥകളും സിനിമകളാക്കി വന്നപ്പോഴൊക്കെ വ്യത്യസ്തമാർന്ന ചില ആംഗിളുകളിലൂടെ ചെയ്യാൻ അന്നത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകർക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു തലവും ആസ്വാദന തലവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറയുമ്പോൾ ഇതെന്റെ തികച്ചും സ്വകാര്യമായിട്ടുള്ള ഒരു ചിന്തയാണത്. എനിക്ക് പത്മരാജന്റെ ഉദകപ്പോള വായിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഭാവനാ ലോകമുണ്ട്. എനിക്കോ വായനക്കാർക്കോ കിട്ടുന്ന ഒരു ലോകമുണ്ട്. അത് പരിമിതപ്പെടുത്തുന്നു തൂവാനത്തുമ്പികൾ എന്ന് ഞാൻ നിശ്ചയമായിട്ടും ഞാൻ പറയും. അത് പരിമിതപ്പെടുത്തുന്നു എന്റെ വായന. ഞാൻ ഉദകപ്പോള വായിച്ച് എന്റെ ശ്രോതാക്കൾക്കിടയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ എന്റെ ഒരു പ്രത്യേക ലോകത്തിനുള്ളിലേക്ക് മാത്രമായിട്ട് അവരെ ഞാൻ കൊണ്ടുവരുന്നു എന്നുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്തയാണ്. അതങ്ങനെ ഒരു വലിയ ഡിബേറ്റിന് സാധ്യതയുള്ള ഒരു സംഗതിയല്ല. ആ ഡിബേറ്റിൽ ഞാൻ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു, ആർക്കും പാടാം, ആർക്കും വായിക്കാം. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ? KS ചിത്ര പാടുന്നത് കേൾക്കുമ്പോഴുള്ള സുഖം നമ്മളാരെങ്കിലും പാടിയാൽ കിട്ടണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ വായിക്കാൻ പ്രൊഫഷണൽ ആയിട്ട് അത് വായിക്കാൻ ഒരു പരിശീലനം കിട്ടി. അത് ആദ്യ കാലങ്ങളിൽ തന്നെ ഇതില് വന്നവർക്ക് കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ വായിച്ച് കേൾക്കുമ്പോഴുള്ള ഒരു സുഖം വെറും സാധാരണക്കാർ വായിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതും പിന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അതെ. അത് അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊക്കെ വളരെ എന്താ പറയുക ഒരു ധ്യാനാത്മകമായിട്ട് ഒരു ധ്യാനം പോലെ ഈ പ്രൊഫഷനെ കാണുകയും അവതരണത്തെ കാണുകയും പുസ്തക വായനയെ കാണുകയും ഓഡിയോ ബുക്കിന് വേണ്ടിയിട്ട് മൈക്കിന് മുമ്പിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഒരു സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ആയിരക്കണക്കിന് വരുന്ന പുസ്തകങ്ങൾ ഓഡിയോ ബുക്കായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. അതിനിടയ്ക്കുള്ള കല്ലുകടികൾ ധാരാളം ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഒരുപക്ഷെ മറ്റൊരു തലം കൂടി, അല്ലെങ്കിൽ ഇതിനൊന്നും അങ്ങനെ ഒരു പ്രാധാന്യത്തിലേക്ക് വരാതെ ഒരുപാട് ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നുള്ളൊരു പ്രശ്നം യഥാർത്ഥത്തിൽ നിൽക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു റെസ്ട്രിക്ട് ചെയ്യപ്പെടേണ്ട കാര്യമാണ്, നിയന്ത്രിക്കപ്പെടേണ്ട കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തില് ഈ ഓഡിയോ ബുക്സ് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഷ, മലയാള ഭാഷ നിലനിൽക്കാനുള്ള ഒരു വലിയ വഴിയായിരിക്കും നാളെ ഒരു കാലത്ത് അത് മാറുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മലയാളം വായിക്കാൻ ഒന്നും സമയമില്ല, പിന്നെ താല്പര്യക്കുറവ്. ഇപ്പൊ പുതിയ ജനറേഷനൊക്കെ അവർക്ക് കുറച്ച് സമയമില്ലായ്മയുണ്ട്. IT കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവര് പാട്ട് കേൾക്കും. ഇതുപോലെ ഓഡിയോ. ഹേമ അതിന്റെ പിന്നെ സ്വന്തം പിന്നെ വീട്ടിലെ കാര്യം കൂടെ പറയും.
അതെ, അതാണ്. ഇപ്പൊ വീട്ടില് ഐ ടിക്കാരായിട്ട് രണ്ടുപേര് ഇരിക്കുകയാണ്. അവര് രണ്ടുപേരും പിന്നെ രണ്ടല്ല, എന്റെ വീട്ടില് ഒരു 4-5 ഐ ടിക്കാരുണ്ട്. ഇവരെല്ലാവരും ഇത് കേട്ടുകൊണ്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ അവര് എണീറ്റ് ജോലിക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഓഡിയോ ബുക്സ് അല്ലെങ്കിൽ ഇത്തരം മാറ്റേഴ്സ് അവർ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ യൂട്യൂബ് കാണാതെ തന്നെ യൂട്യൂബ് കേൾക്കുന്നവരുണ്ട്. അപ്പൊ ഇത് അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഇപ്പോ ആടുജീവിതം ഇതുവരെ വായിക്കാത്ത ആളും പിന്നെ ഇത് കേട്ടുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് ലോകം മുഴുവനും ഈ ഒരു പരിപാടി നടക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് കുടിയേറി പോകുന്ന മലയാളിക്ക് ഇനി ഭാഷ നിലനിൽക്കാൻ, സ്വന്തം നാടിനെ പറ്റി ഓർക്കാനൊക്കെ ഇതൊരു വലിയ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ മഞ്ചേരി FM സേതുവിൻ്റെ പാണ്ഡവപുരം നോവൽ വായന കേട്ട് കഴിഞ്ഞിട്ട് സേതു പറഞ്ഞ അനുഭവം, ഞാനും അദ്ദേഹം പങ്കെടുത്ത ഒരു ചടങ്ങിൽ, അത് കോളേജിൻ്റെ പേര് MES കോളേജ്, ഇവിടെ നിലമ്പൂരിനടുത്തുള്ള മമ്പാട് MES കോളേജിലെ ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. ഞാനും ഉണ്ടായിരുന്നു, മൈന ഉമൈബാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് വേദിയിൽ പറഞ്ഞു. എന്നിട്ട് ഈ പാണ്ഡവപുരം നോവൽ കേട്ട് കഴിഞ്ഞിട്ട് ഒരു ടാക്സി ഡ്രൈവറോ അങ്ങനെ വളരെ പാവപ്പെട്ട 2-3 പേര് വണ്ടി പിടിച്ച് ആലുവയിലുള്ള അദ്ദേഹത്തിന് വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു അത്രയെന്ന്. അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഇവർ എൻ്റെ ഒരു പുസ്തകവും വായിക്കില്ല, പക്ഷെ അത് കേട്ടത് കൊണ്ട് എൻ്റെ ഹൃദയം അവരിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും സാർ. അത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാദിച്ച് ജയിക്കാൻ വേണ്ടി ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചതല്ല, ഒരു ആശയം മുന്നോട്ട് വെച്ചതല്ല. ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എന്റെ ഒരു ചിന്ത, അത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ചിന്തയാണ്. ആ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു അവസരത്തിൽ പിന്നെ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ആടുജീവിതത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ കാത്തിരിക്കുന്നു. എത്രയെത്ര നോവലുകൾക്കും കഥകൾക്കും വേണ്ടി. ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ തന്നെ തിരക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലോ ഒക്കെ ഈ നോവൽ അല്ലെങ്കിൽ കഥകൾ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ്. അതിലൊന്നും എനിക്കൊരു തർക്കവുമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, ഞാൻ വായിച്ചിട്ടുള്ള ഏതോ ഒരു പുസ്തകത്തിന്റെ ആ വായന കേട്ടിട്ട് എന്നെ പൂനെയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. കേരളക്കാരനായിട്ടുള്ള ഒരാളാണ്, പൂനെയിൽ നിന്നാണ് വിളിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആലപ്പുഴക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, പൂനെയിൽ നിന്ന് കേരളത്തിലേക്ക് അദ്ദേഹം ബൈക്ക് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും നീണ്ട ഒരു ദീർഘമായിട്ടുള്ള യാത്രയിൽ അദ്ദേഹം ഞാൻ വായിച്ചിട്ടുള്ള കഥകൾ കേട്ടു വരികയായിരുന്നു. 9 മണിക്കൂറോ 10 മണിക്കൂറോ അദ്ദേഹം യാത്ര ചെയ്തു. അതിനുശേഷം ആ യാത്ര കഴിഞ്ഞതേ അറിഞ്ഞില്ല, ഇത്ര ദൂരം പിന്നിട്ടതേ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ അത് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയ അംഗീകാരമല്ലേ. അപ്പൊ ആളുകൾ അത് കേൾക്കുന്നു, ആളുകൾ അത് വലിയ രൂപത്തിൽ അംഗീകരിക്കുന്നു, ആസ്വദിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്റെ ഒരു സ്വകാര്യ ചിന്ത മാത്രമാണ്. ഓക്കെ, ഇത്തരം ഇതേക്കുറിച്ച് നമ്മൾ ഷഷ്മയോട് ചോദിച്ചിട്ടില്ല. ഷഷ്മ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഈ ടി വി വന്ന സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് വിനോദ് പറഞ്ഞതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളുടെ പരിമിതി അല്ലെങ്കിൽ അതിൻ്റെ പരിവൃത്തത്തിലേക്ക് ഒതുങ്ങിപ്പോകും, ആ സ്ക്രീനിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകില്ല, ഭാവനയ്ക്ക് സാധ്യതയില്ല എന്നൊക്കെയാണ് ടെലിവിഷനെ കുറിച്ചുള്ള ഒരു ആരോപണം. പണ്ടും സിനിമയെക്കുറിച്ചും അങ്ങനെയുണ്ട്, ദൃശ്യത്തിൻ്റെ അങ്ങനെയുള്ള പരിമിതിയുണ്ട്. പക്ഷേ കേൾവിക്ക് അങ്ങനെ പരിമിതിയില്ല എന്നാണ് പ്രേക്ഷകർ മുഴുവൻ പറയാറുള്ളത്. അല്ല, അങ്ങനെയാണോ? അതായത് വിനോദ് സാറ് നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഈ ഭാവന നമ്മളൊരു പുസ്തകത്തിൽ നമ്മുടേതായിട്ടുള്ള വായനയിൽ തളച്ചിടുന്നു. അതിന്റെ ഒരു ആകുലത വായിക്കണ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പോ ഓരോരുത്തർക്കും ഓരോ ഭാവനാതലങ്ങളായിരിക്കും. അപ്പൊ ഞാൻ വായിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ വായിക്കുക. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളം എത്ര നാൾ ഉണ്ടായിരിക്കും അത്രയും നാളും ഈ പുസ്തകങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും. അപ്പൊ ഓരോ വർഷം ഈ വായന മരിക്കുന്നു എന്നുള്ള രീതിക്ക് വരുന്നുണ്ടെങ്കിലും വായന മരിക്കുന്നൊന്നുമില്ല. കാരണം എല്ലാവരും വായിക്കുന്നുണ്ട്. അതിന് ഓരോ തലങ്ങൾ വന്നു എന്നുള്ളതാണ്. ഇപ്പോ ഓഡിയോ ബുക്ക് വന്നു. ഓഡിയോ ബുക്ക് വന്നപ്പോ വായന മരിച്ചെങ്കിൽ കൂടി കേൾവിയിലൂടെ വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ പലരും ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ പലതും കേൾക്കുന്നു. അതോടൊപ്പം ഇപ്പോ ഈ ആൾക്കാർ പുസ്തകം വാങ്ങിക്കുന്നുണ്ട്. അത് ചില ആൾക്കാർ ഈ ഓഡിയോ ബുക്ക് കേട്ടിട്ട് ആ പുസ്തകത്തോടുള്ള ഇഷ്ടം തോന്നിയിട്ട് എന്നാ എന്റെ വീട്ടിൽ പറഞ്ഞ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ആ ബുക്ക് വായിക്കില്ല, പക്ഷെ കേട്ടത് കൊണ്ട് ബുക്കിനോടുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ട്
വാങ്ങിച്ചു കൊണ്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ വീണ്ടും നവമാധ്യമം എന്നുള്ള പേരിൽ സോഷ്യൽ മീഡിയാസ് വന്നപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് കണ്ടിട്ട് പലരും ആ ബുക്ക് തെരഞ്ഞെടുത്തിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിൽ തിരയുന്നുണ്ട്. എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ റാം കെയർ ഓഫ് ആനന്ദിയം അങ്ങനെ പല പല പുസ്തകങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും എന്നോട് വിളിച്ചു ചോദിക്കും, ഇത് ഓഡിയോ ബുക്കായിട്ടുണ്ടോ, സ്റ്റോറി ടെല്ലിലുണ്ടോ, ഞങ്ങൾക്കൊന്ന് കേൾക്കണം. ആർക്കും വായിക്കാൻ സമയമില്ല, അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ അതിന് ആ രീതിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു സാഹിത്യം അല്ലെങ്കിൽ മലയാള ഭാഷ ഒരിക്കലും ഇല്ലാതാവണില്ല. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പുസ്തകങ്ങൾ ഇപ്പോഴും ആൾക്കാരുടെ കയ്യിലുണ്ട്, നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ശബ്ദത്തിലാണ് നിലനിൽക്കാൻ പോകുന്നത്. അത് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിപ്പോ എന്ത് ഭാവനയെ നമ്മൾ ഒരു പരിമിതിക്കുള്ളിലാക്കി കഴിഞ്ഞാലും ഈ വായിക്കാൻ പറ്റാത്തവർക്ക് കേൾവിക്കുള്ള ഒരു മാധ്യമമായിട്ട് നിൽക്കുമ്പോ ഇപ്പോ കുറച്ചു വർഷത്തേക്കെങ്കിലും നമ്മുടെ ശബ്ദത്തിൽ കൂടിയാണല്ലോ ഇത് നിലനിൽക്കുന്നത് എന്നോർക്കുമ്പോ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കുള്ള മൈഗ്രേഷൻ, പ്രത്യേകിച്ച് കാനഡ, ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, ഇസ്രയേൽ, ഇങ്ങനെ പോകണു, അമേരിക്ക, അവിടെയൊക്കെ അതെ. പോകുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ കേരളവുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ ഇനി നിലനിർത്തുന്നത് ഇങ്ങനെയുള്ള ഓഡിയോ പുസ്തകങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും. അവർക്ക് വായിക്കാൻ പറ്റില്ല. കാര്യം പലരും പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമാണ്. അവർക്ക് ഒരു പുസ്തകം അത്യാവശ്യം ഹെഡിങ്ങോ വല്ല വായിക്കാനല്ലാതെ ഒരു പുസ്തകം വായിക്കാനുള്ള ഒരു ഭാഷാ ജ്ഞാനമൊന്നും ഉണ്ടാകില്ല. ഞാൻ ഈ പിന്നെ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിൻ്റെ പ്രതികരണങ്ങൾ മുഴുവൻ വായിക്കാറുണ്ട്. പക്ഷെ നമുക്ക് പരിചയമുള്ള ഒരു തലമുറയെ അല്ല അത് കേൾക്കുന്നത് എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. സാധാരണ നമ്മൾ സ്ഥിരമായി ഈ മാതൃഭൂമി ആഴ്ചവെപ്പ് അല്ലെങ്കിൽ മലയാളം കലാകൗമുദിയിലൊക്കെ കത്തുകൾ അയക്കുന്ന പ്രതികരിക്കുന്ന ഒരു വിഭാഗം അല്ല ഇത്. താരതമ്യേന ഞാൻ ഈ പറഞ്ഞ ജനറേഷനിൽപ്പെട്ടതായിരിക്കാൻ സാധ്യതയുണ്ട് തിരിച്ച്. അപ്പം ആ ലെവലിൽ വായിക്കുന്നത് കേട്ടിട്ട് സാഹിത്യ ആഭിമുഖ്യം അല്ലെങ്കിൽ നാടിനോടുള്ള ബന്ധമൊക്കെ, ഭാഷയോടും സംസ്കാരത്തോടും ഒക്കെ ഉള്ള ബന്ധം നിലനിർത്തുന്ന ഒരു പുതിയ തലത്തിലേക്ക് ഇത് പോയിട്ടുണ്ട് അല്ലേ? അതെ. അതിന് പ്രായം ഒരിക്കലും ഒരു ബാരിയർ ആയിട്ട് വരണില്ല. ഇപ്പൊ എന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ചെറിയൊരു കുഞ്ഞൊരു പുസ്തകം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ ബാലരമയോ ബാലഭൂമിയോ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോ വിംപി കിഡോ അതുപോലുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. ഒരിക്കലും നമ്മൾ ശിവാജി സാവന്തിന്റെ കർണൻ എടുത്തിട്ട് ഒരിക്കലും ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കില്ല. പക്ഷേ എന്റെ മകൻ ഡോക്ടർ രാജേഷ് പുതുമനയായിരുന്നു ശിവാജി സാവന്തിന്റെ കർണൻ വായിച്ചത് DC സ്റ്റോറി ടെല്ലിന് വേണ്ടി. അപ്പൊ ഞാൻ വെറുതെ സാർ ഇത് വായിക്കണത് പലപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം വായിക്കണത്. അപ്പൊ ബ്രേക്ക് ടൈം വരുമ്പോൾ ഞാൻ വെറുതെ അദ്ദേഹം വായിക്കുന്ന സ്റ്റുഡിയോ പോയി ഇരിക്കുമായിരുന്നു വായിക്കണത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കർണൻ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് മോന് കൊടുത്തു. അത് തീരുന്നത് വരെ എല്ലാ ദിവസവും ഒരു ബെഡ് ടൈം സ്റ്റോറി പോലെ ഞാൻ പൊതുവേ മഹാഭാരത കഥകൾ, സുഗതകുമാരിയുടെ മഹാഭാരത കഥകളാണ് മോന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അത് മാറ്റി വെച്ചിട്ട് അവൻ ഈ കർണൻ കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത്, ഒരിക്കലും ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന് ആ പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റില്ല, പക്ഷെ അവൻ അത് കേട്ടു, ആസ്വദിച്ചു. അങ്ങനെ ഒരു ഗുണം ശരിക്കും ഓഡിയോ ബുക്കിനുണ്ട്. ഏത് പ്രായക്കാർക്കും ഏത് പുസ്തകം വേണമെങ്കിലും കേൾക്കാം, വായിക്കാൻ ഒരു തടസ്സമില്ല അവിടെ. അതെ, കറക്റ്റ് ആണ് പറഞ്ഞത്. കുട്ടികൾക്ക് പിന്നെ മറ്റൊരാൾ ഇപ്പൊ കഥ പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇപ്പൊ അച്ഛനും അമ്മയും പിന്നെ കുട്ടികളും മാത്രമുള്ള ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു മുത്തച്ഛനും മുത്തശ്ശിയോ ഒന്നും കഥ പറഞ്ഞു കൊടുക്കാനില്ല. അപ്പൊ അവർക്ക് ഇത് ഒരു വലിയൊരു സപ്പോർട്ടാണ്. മാത്രമല്ല, ഏകാന്തമായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഇതുപോലെ ഓഡിയോ ബുക്സ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലില്ല. നമ്മൾ വലിയ ഭാവന സമ്പന്നമായിട്ടുള്ള മറ്റൊരു ലോകത്ത് എത്തുന്ന ഒരു പ്രതീതിയാണല്ലോ. രാജേഷ് കെ പുതുമനയും ദാമോദർ രാധാകൃഷ്ണനുമായിരുന്നു ഇതിൻ്റെ ആദ്യ എപ്പിസോഡിൽ പങ്കെടുത്തത്. ഞാനിപ്പം രാജേഷ് വായിച്ച കയറ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഒരു കഥാപ്രസംഗം അല്ലെങ്കിൽ ഓഡിയോ സിനിമ കാണുന്ന പോലെ നോക്കാൻ അദ്ദേഹം കഥാപാത്രങ്ങളായിട്ട് തന്നെ ശബ്ദം നൽകി അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വായനയെക്കുറിച്ച് അങ്ങനെ വ്യത്യസ്തമായ ചിലർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അങ്ങനെയുമുണ്ട്. പക്ഷെ അത് ചോദിക്കേണ്ടതാണ് സർ. സത്യത്തില് അങ്ങനെ രണ്ട് രീതികളുണ്ടല്ലോ വായനയില്. അതായത് വളരെ നിസ്സംഗമായിട്ട് വായിച്ചു പോവുക, അതല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളുടെ ഒരു രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് വായിക്കുക. ഇത് ഏതാണ് അത് കൂടുതൽ ശരിയാവുന്നത്? ഏതിനോടാണ് കേൾവിക്കാർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്?
അത് ഓരോരുത്തരുടെ ശൈലിയാണെന്ന് എന്റെ തോന്നൽ അങ്ങനെയാണ്. ഓരോരുത്തരുടെ ശൈലി. എനിക്ക് തോന്നുന്നു വിനോദ് സാറിനും അങ്ങനെയായിരിക്കും അഭിപ്രായം. ഇപ്പൊ എനിക്കൊരിക്കലും ഒരു ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഒരു കഥാപാത്രത്തെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പുസ്തകത്തിൽ ഒരു 5 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ 5 കഥാപാത്രവും വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊടുക്കും. അതിപ്പോ ഒരു ഇപ്പം രാജേഷ് പുതുമന സാർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ അത് ബോധപൂർവം നമ്മളത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കേൾവിക്കാരന് മനസ്സിലാകണമല്ലോ. ഇത് ഇന്നയാളാണ്, ഇത് ഇന്നയാളാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ശ്രമം തീർച്ചയായിട്ടും നമ്മൾ നടത്താറുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വായിക്കുമ്പോൾ എന്തോ ഒരു ദൈവാധീനം പോലെ ചെയ്യണതാണ്. പിന്നെ ഓഡിയോ ബുക്ക് വായിക്കുമ്പോൾ പലർക്കുള്ള ഒരു സംശയം, ഇതെങ്ങനെ വായിക്കുന്നു? സത്യം പറഞ്ഞാൽ വിനോദ് സാറ് പറഞ്ഞ ഒരു കാര്യത്തോട് ഒറ്റൊരു കാര്യത്തോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, സാർ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നണു. അതായത് ആർക്കും വായിക്കാം, ആർക്കും പാടാന്ന് പറഞ്ഞല്ലോ. അതൊരിക്കലും വായനയോ അതൊരിക്കലും ഒരു പാട്ടോ ആവില്ല. അത് അവർക്കാണ് തോന്നുന്നത് ഞാൻ വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പാടുന്നുണ്ട്. കേൾക്കുന്ന ആൾക്ക് ഒരിക്കലും അത് പാട്ടായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഉദാഹരണം അല്ല വായിക്കാനായിട്ട് അങ്ങനെ നമ്മള് വിലയിരുത്താൻ നമ്മള് ആളല്ലല്ലോ. എല്ലാ അല്ല കലയ്ക്കും അതിന്റെ ഒരു അതിൻ്റെതായിട്ടുള്ള ചില തലങ്ങളില്ലേ. ഇപ്പൊ ഞാൻ പാടുന്ന ഒരു പാട്ട് മോശമാണെന്ന് എങ്ങനെയാ മറ്റുള്ളവർ പറയാ? അത് ഏറ്റവും അല്ല നല്ല പാട്ടാണ്. മോശം പണ്ടൊരിക്കൽ അയ്യപ്പൻ പറഞ്ഞതുപോലെ, അയ്യപ്പൻ ഒരിക്കലും ഒരു സ്റ്റേജിൽ കയറി പറഞ്ഞു, ഏതോ ഒരു വലിയ സിനിമാക്കാരുടെ ഒരു സ്റ്റേജിലായിരുന്നു, വലിയ അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇവിടെ നിങ്ങളൊക്കെ എടുക്കുന്നതാണോ സിനിമ? നിങ്ങൾ എടുക്കുന്നതൊന്നും സിനിമയേ അല്ല, അതൊന്നും ആർക്കും ഇഷ്ടമേ അല്ല, കാണാൻ തന്നെ കൊള്ളാത്ത സിനിമകളാണ്. ഞാൻ ഒരു നാൾ ഒരു സിനിമ എടുക്കും, അതായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്ന് ഒരു പറഞ്ഞാൽ വായനയുടെ ഒരു കാര്യം പറയാച്ചാൽ ഇതുപോലെ ഒരു അല്ല, വ്യക്തി ഇതിന് വായിക്കാൻ വന്നിരുന്നിട്ട് ഉം. അദ്ദേഹത്തിന് അത് സെന്റൻസ് മുഴുമിപ്പിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വന്നത് ഈ ശ്വാസം, നമ്മളൊരു സെന്റൻസ് വായിച്ചിട്ട് അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോൾ ഒരു ബ്രീത്തിങ്ങിന് ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള ചില ടെക്നിക്കൽ കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ രീതിക്കല്ല ഞാൻ പറയണത്. ഇപ്പൊ പാട്ടാണെങ്കിലും വായനയാണെങ്കിലും അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയത് അദ്ദേഹം വായിക്കാൻ ബുദ്ധിമുട്ടി എഴുന്നേറ്റ് പോകുന്നത് കണ്ടതുകൊണ്ടാണ്. അങ്ങനെ കുറേ പേര് ഈ പറയുന്ന പോലെ ഒരു നമുക്കത് വായിക്കുമ്പോൾ ശ്വാസം ഒരു ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ ഇപ്പൊ ഒരു പേജ് വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മുൻകൂട്ടി വായിച്ചു നോക്കുന്നില്ല. നമ്മളത് വായിക്കുമ്പോൾ അടുത്ത സെന്റൻസ് എന്താണ് അല്ലെങ്കിൽ അടുത്ത ലൈനിൽ ആരാണ് കഥാപാത്രം വരുന്നത് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ വായിക്കണമെങ്കിൽ വായനയോടൊരു ഇഷ്ടം വേണം. നമുക്ക് പുസ്തകങ്ങളോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഒരു ജോലിയായിട്ട് കാണുന്നു അല്ലെങ്കിൽ വെറുതെ ഒന്ന് പോയി നോക്കിക്കളയാം എന്ന് കരുതിയിരിക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു ആത്മാർത്ഥമായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ശഷ്മ വായിച്ചതിൽ ഏതെങ്കിലും മുൻപ് വായിച്ചിട്ടുള്ള, അത് ഇതിനു വേണ്ടി അല്ലാതെ വായനയുടെ ഭാഗമായി ഈ പുസ്തകങ്ങളിലൂടെ നേരത്തെ കടന്നു പോയിട്ടുണ്ടോ? ഏതെങ്കിലും പുസ്തകങ്ങൾ ഞാൻ വായിച്ച ഈ പറഞ്ഞതുപോലെ മാധവിക്കുട്ടിയുടെ ഇപ്പോ ബാല്യകാല സ്മരണകളും അതുപോലെ നിർമാതളം പൂത്തകാലവും പിന്നെ KR മീരയുടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ നമ്മൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഏതൊരു മലയാളിയും പ്രത്യേകിച്ച് പെൺകുട്ടികൾ വായിക്കുന്ന തലങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഭാഗ്യം കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോ ഒരു എഴുത്തുകാരിയുടെ ഒരു എഴുത്തുകാരന്റെ പുസ്തകം എടുത്താൽ അവരുടെ ഒരു നല്ല സൃഷ്ടി എന്ന് പറയാൻ എപ്പോഴും 1 2 പുസ്തകങ്ങൾ ഉണ്ടാകും. 10 എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ 1 2 മികച്ചതായിട്ടുണ്ടാകും. അങ്ങനെയുള്ള കുറച്ച് മികച്ച പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണം ഞാൻ ആദ്യമേ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒട്ടും വായിക്കാത്ത, എന്താണ് ഏതാണെന്ന് പോലും അറിയാത്ത പുസ്തകങ്ങളും എടുത്തിട്ട് വായിച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഞാൻ അധികം കൈവയ്ക്കാത്ത തലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രവും അങ്ങനെ സാംസ്കാരിക സാധനങ്ങളൊക്കെ. അതെല്ലാം ഇതുവരെ എനിക്ക് വെറുതെ തന്നു കഴിഞ്ഞാൽ പോലും ഞാൻ വായിക്കാൻ മടി കാണിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അങ്ങനെയുള്ള പുസ്തകങ്ങളും അവിടെ ഇരുന്നിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടുന്നത് അതിൻ്റെ ഒരു സെലക്ഷൻ എങ്ങനെയാണ്? അത്
സെലക്ഷൻ അങ്ങോട്ട് ചോദിച്ചിട്ട് ഇതുവരെ അവിടെ നിന്ന് ഒരു പുസ്തകം എനിക്ക് തന്നിട്ടില്ല. എപ്പോഴും ഇപ്പൊ ഞാൻ ആദ്യം മാധവിക്കുട്ടിയുടെ പുസ്തകം വായിച്ച സമയത്ത് ഇതുപോലുള്ള കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വായിക്കൂ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാനും വേറൊരു പെൺകുട്ടിയും മാത്രമായിരുന്നു അവിടെ പെൺകുട്ടികളായിട്ട് വായിക്കാനുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഈ അവരുടെ ഭാഷയിൽ പറഞ്ഞ കുറച്ച് ഹെവി പുസ്തകം എന്ന് പറയും. അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അത് പോയി വായിച്ചിട്ട് വരാം. അല്ലാതെ ഞാനായിട്ട് ഇതുവരെ ഒരു പുസ്തകം ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്ക് ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹം തോന്നി ഞാൻ പറഞ്ഞപ്പോ അത് ഓഡിയോ ബുക്കിന് റൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ DC-യുടെ അല്ലാത്ത പബ്ലിക്കേഷന്റെ പുസ്തകങ്ങൾ. അപ്പൊ ചിലത് എനിക്ക് മറ്റേ രാജശ്രീ മാമിന്റെ കല്യാണി ദാക്ഷായണി പേരുള്ള 2 സ്ത്രീകളുടെ കഥ അത് എനിക്ക് ഓഡിയോ ബുക്ക് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പുസ്തകം. ഒന്നാമത് അത് മൊത്തം കണ്ണൂര് ഭാഷയാണ്. അപ്പൊ കണ്ണൂർ സ്ലാങ്ങിൽ ഒരു പുസ്തകം ഞാൻ ഇതുവരെ ഖാനിത്താത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ കുറച്ച് എവിടേക്കൊക്കെയോ ഉണ്ടെങ്കിൽ കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു പുസ്തകം വായിക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷെ അത് സാധിച്ചിട്ടില്ല. അതിന് ഓഡിയോ ബുക്ക് റൈറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കല്ല. അത് മാതൃഭൂമിയുടേതുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. അല്ലാതെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ. ആവശ്യപ്പെടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. താഴെ ഉള്ളവരൊക്കെ ചോദ്യം ചോദിക്കാൻ എത്തണം. ആരും വരുന്നില്ലല്ലോ. ഹേമ. അതെ. അപ്പൊ ഈ ശഷ്മാക ഈ കണ്ണൂർ റെഡ് FM-ൽ 10 വർഷം RJ ആയിരുന്നു. ഇപ്പോഴും RJ ആണ്. പുസ്തകങ്ങൾ വായിക്കുന്നു. അച്ചടി മാധ്യമത്തിൽ പോകാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം പഠിച്ചു. എത്തിയത് ശബ്ദ രംഗത്താണ്. ശബ്ദസഞ്ചാരികൾ അല്ലേ? അപ്പൊ ഈ രംഗത്ത് തന്നെ നിന്ന് നിൽക്കാൻ ഇനി ഇത് കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദലേഖനം കേൾക്കുമ്പോൾ ഞാൻ ഈ രംഗത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിൽ അതിനുള്ള സുസ്ഥിരമായ ഒരു വരുമാനം കിട്ടുമോ? വരുമാനമോ? എനിക്ക് തോന്നണില്ല. വരുമാനം മുൻനിർത്തി കഴിഞ്ഞാൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്. അത് കണ്ടെത്തുന്നതിലാണ് ഇരിക്കുന്നത്. ഇപ്പോ ചില ആൾക്കാർ പറയും എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പൊ എനിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പലതും ഉണ്ടാകും. പക്ഷെ ഞാൻ ചിലപ്പോൾ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. നമ്മൾ അത് തേടി പിടിച്ചിട്ട് നമ്മൾക്കത് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ആ മാധ്യമം സ്വീകരിക്കുക. അപ്പൊ നമുക്കതിൽ ശോഭിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം ഓഡിയോ ഇൻഡസ്ട്രി എന്നൊരു വാക്ക് തന്നെ നേരത്തെ ഉള്ളതാണ്. പക്ഷേ ഈ തലത്തിൽ ഓഡിയോ ബുക്കുകൾ വായിക്കുന്നു, റേഡിയോ പരിപാടികൾ പ്രസൻറ്റ് ചെയ്യുന്നു, RJ-കളായി വരുന്നു, ആ ലെവലിൽ പിന്നെ പരസ്യങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നു, ആ ലെവലിൽ ശബ്ദത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഈ രംഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു ഒട്ടേറെ പേർ പുതിയതായിട്ട് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിന് ഇനി എനിക്ക് തോന്നുന്നു ശരിക്കും ഈ വായനയേക്കാൾ ഇപ്പൊ പറഞ്ഞതുപോലെ കേൾവിക്ക് സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനി കുറേ വർഷത്തേക്ക് ശബ്ദം കൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കാൻ പോകുന്നതും എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. എഴുത്തൊക്കെ മാറിയല്ലോ. ഇപ്പൊ ഇനി ശബ്ദത്തിൽ തന്നെയാണ് ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് നമ്മുടെ ലോകം സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ മാധ്യമത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറച്ചു നിന്നോളൂ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അതിനാണ് ഇനി സാധ്യത കൂടുതലായിട്ടുള്ളത്. ഈ കേരള കൗമുദിയുടെ ഓൺലൈൻ എഡിഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ചില ദിവസങ്ങളിൽ അതിലെ ഭൂരിപക്ഷം ഒരു 70% കണ്ടൻറ്റൊക്കെ മുഖ്യ വാർത്തകളുടെ മുഴുവൻ ഓഡിയോ അതിൻ്റെ താഴെ QR കോഡിൽ കേൾക്കാം. കേരളത്തിലെ മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും എഡിറ്റോറിയൽ പേജിൻ്റെ മാറ്റം ലീഡിങ് സാഹിത്യ ജനകീയ പ്രസിദ്ധീകരണങ്ങളിലെ ഉള്ളടക്കം മുഴുവൻ ഓഡിയോ ആയിട്ട് കേൾക്കാം. അപ്പോൾ ആ ലെവലിലേക്കും വരുന്നുണ്ട് ഇപ്പോൾ. അതെ, അത് ഈ വായിക്കാൻ ആൾക്കാർക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, മടിയും ഒരു ഫാക്ടർ തന്നെയാണ്. സമയം മാത്രമല്ല മടി. അപ്പൊ ഈ മടിയുള്ളത് കൊണ്ടാണ് ഏറ്റവും പ്രശ്നം. സമയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ സമയം കണ്ടെത്തും. മടിയാണെങ്കിൽ ഒട്ടും ഇത് വായിക്കാനായിട്ട് ആരും നിൽക്കില്ല. അതുകൊണ്ട് ഇനി ഈ ശ്രവ്യമാധ്യമം തന്നെയാണ് ഇനി കുറെ വർഷത്തേക്ക് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാനായിട്ട് പോകുന്നത്. അത് ഈ ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് പോലെ നഗരത്തിരക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ നമ്മള് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ കാക്കനാടാണ് ഞങ്ങൾ താമസിക്കുന്നത്. കാക്കനാട് നിന്ന് എറണാകുളത്തേക്ക്, അതായത് സിറ്റിയിലേക്ക് പോവാനായിട്ട് ശരിക്കും പറഞ്ഞു ഒരു 20 മിനിറ്റ് മതി. പക്ഷെ ഇവിടുന്ന് എത്തണമെങ്കിൽ ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുന്ന അവസ്ഥയാണ്. മൊത്തം ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. വണ്ടി ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഇരിക്കുന്ന ഒരാൾക്കും ഇത് കേൾവി
ഒരു അനുഗ്രഹമാവുന്നത് അപ്പോഴാണ്. അപ്പോ ആ ഒരു മണിക്കൂറൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകള് ഇത് ആസ്വദിക്കുകയും പിന്നെ മാറി മാറി ഇപ്പോ റേഡിയോ ആണെങ്കിൽ തന്നെ മാറി മാറി സ്റ്റേഷൻ മാറ്റി വെക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഓഡിയോ ബുക്സിന്റെ ഒരു ഇതിൽ വരുമ്പോ നമുക്ക് സ്റ്റേഷൻ മാറ്റേണ്ട കാര്യമില്ല. അത് മുഴുവനുമായിട്ട് കേട്ട് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പൊ ഇത് നഗരത്തിന്റെ ഒരു ജീവിക്കുന്ന രീതിയിൽ ഇത് വലിയ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല പല സാധ്യതകളുമാണ് ശബ്ദത്തിന് ഇനി കാലത്തുള്ളത്. ശശിയുടെ ഒരു ചോദ്യം. എനിക്കതിലൊരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയാനുണ്ട്. പറയാം. ഒന്നുമില്ല, ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വിശാലമായിട്ട് പറഞ്ഞാൽ, ഈ പുതിയ കാലത്ത് ഇതിന്റെ സാധ്യതകള് ഒരുപക്ഷെ വലിയ തോതില് പിന്നെ എന്താ പറയാ ആ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ രംഗത്ത് മാത്രമൊന്നുമല്ല, നമുക്ക് സങ്കല്പിക്കാൻ പോലും നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്തായിരുന്നു? യേശുദാസിന്റെയും ചിത്രയുടെയും എം.ജി. ശ്രീകുമാറിന്റെയും ഒക്കെ ശബ്ദമാണ്, പാട്ടാണ് ഏറ്റവും വലുതെന്ന് സങ്കല്പിച്ചു കൂട്ടി മുന്നോട്ട് പോയിരുന്ന ഒരു കാലമായിരുന്നു. അതൊക്കെ മാറ്റി എഴുതിയില്ലേ? നോക്കൂ നിങ്ങൾ, പുതിയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ചേർത്ത് വായിക്കാവുന്നതാണ്. ആർക്കും പാടാന്ന് പറഞ്ഞാൽ ആർക്കും പാടാം. ആ പാട്ടൊക്കെ എന്താണ് ഗപ്പിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗായകനുണ്ട്. ആവേശം എന്ന് പറയുന്ന സിനിമയിൽ പാടിയിട്ടുള്ള ആ പയ്യൻ, അവന്റെയൊക്കെ പ്രോഗ്രാമുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് എന്താ പറയണ്ടേ, ആ രൂപത്തിൽ ജനം അംഗീകരിക്കുന്നു, പുതിയ തലമുറ അംഗീകരിക്കുന്നുള്ളു. അപ്പോ നിലവിലുള്ള സാമ്പ്രദായികമായിട്ടുള്ള അത്തരം രീതികളിലൊക്കെ ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്താൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആളുകളുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഓഡിയോ ബുക്ക്, ഇതിനൊരു പ്രത്യേക ഒരു തലമുണ്ട്, അതിനൊരു ആസ്വാദനത്തിന്റെ അവതരണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേക സംഗതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുമ്പോഴും അതൊക്കെ മാറ്റിമറിക്കാനും ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്കും പൊളിച്ചെഴുതാനും കഴിയുന്ന ഒരു വിഭാഗം നമ്മുടെ പിന്നാലെ വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇപ്പൊ ഈ പാട്ടിന്റെ രംഗത്തോ അല്ലെങ്കിൽ എഴുത്തിന്റെ രംഗത്തോ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പിടിക്കുന്ന കാര്യത്തിലൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വലിയ പൊളിച്ചെഴുത്ത് ഈ രംഗത്തും ഉറപ്പായി നടക്കുന്ന നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മളൊക്കെ ഒന്ന് ഒരുപക്ഷെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വലിയ മാറ്റങ്ങളായിരിക്കും. നമ്മളിപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ബുക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഇപ്പൊ മോഹൻലാലൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞ അതിന്നൊക്കെ എത്രയോ അപ്പുറത്തേക്കുള്ള ഒരു വലിയ മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. കോവിഡ് എന്ന് പറയുന്ന ഒരു വിനോദ അന്തകൻ പിന്നാലെയല്ല, അന്തകൻ എത്തിയിട്ടുണ്ട്. അത് AI ആണ്. അതെ അതെ അതെ, നമ്മൾ പറയാതെ പോയൊരു കാര്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ കേട്ടു, 1980-കളിലെ യേശുദാസിന്റെ ശബ്ദത്തിൽ നമുക്ക് ഇപ്പോ 2024 പുതിയ പാട്ട് ചിട്ടപ്പെടുത്തി സംഗീതം കൊടുത്ത് ആ ശബ്ദത്തിൽ പാടാൻ സാധിക്കുന്നു പറയുന്നേട്ടോ. എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെ നടീനടന്മാരുടെ ഒക്കെ ഏത് കലാരൂപമാണെങ്കിലും അങ്ങനെ ആ സർഗാത്മകതയുടെ ഒരു വല്ലാത്ത ഒരു സ്പർശം ഇല്ലാത്ത ഒരു തികച്ചും യാന്ത്രികമായിട്ടുള്ള ലോകത്തേക്ക് എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അതുകൊണ്ട് ഒന്നിലും നമുക്ക് പാട്ട് മാത്രമല്ല, മരിച്ചുപോയ നടന്മാരും നടിമാരും പുതിയ സിനിമകളിൽ വരും, നായികനായിട്ടും നായികയായിട്ടും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ ഒരു ഭാവി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി അല്ലേ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തൽക്കാലം വർത്തമാനത്തെ കുറിച്ച് സംസാരിക്കാം, അല്ലേ? വർത്തമാനത്തെ കുറിച്ച് പറയാം. ഭാവിയെ എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണല്ലോ. മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറിക്കൊണ്ടിരിക്കട്ടെ. സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് തന്നെ ചലനമാണ്, മാറ്റങ്ങളില്ലാതെ ഒരു സമൂഹവും മുന്നോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ മൃതമായ അവസ്ഥയിലേക്ക് പോകും. അത് ഒട്ടും അഭിലേഷണീയമല്ല. ശഷ്മ ഒരു പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, ശഷ്മ വായിച്ചിട്ട് പിന്നീട് ഒരു ഇത് കേട്ട ഒരാള് നേരിട്ട് വന്ന് അഭിനന്ദിച്ചു എന്നുള്ളത് പറഞ്ഞു. ഇതുപോലുള്ള അനുഭവങ്ങള് ശ്രീ വിനോദിനും ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ നമ്മള് വായിച്ച് നമ്മളെ തിരിച്ചറിയുന്നു, ഈ പുസ്തകം വായിച്ച ആളാണ് എന്ന് ഒരു സ്നേഹത്തോടു കൂടി അടുത്തു വന്ന് സംവദിക്കുന്ന ഒരു അങ്ങനെയുള്ള വല്ല അനുഭവങ്ങളുണ്ടോ? അതുപോലെ കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകള് ഇത് കേട്ട് അല്ലെങ്കിൽ മലയാളം വായിക്കാൻ കഴിയാത്ത മറ്റ് സംസ്ഥാനക്കാര്, ഇപ്പൊ തമിഴ് അല്ലെങ്കിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇത് വായിക്കാൻ പറ്റില്ല, പക്ഷെ കേൾക്കുമ്പോൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെ എന്തെങ്കിലും നമ്മളോട് ഫീഡ്ബാക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്? തീർച്ചയായിട്ടും ഞാൻ ഒരുപക്ഷെ എന്റെ സംസാരത്തിൽ
സാർ വിനോദിനുണ്ടായിട്ടുള്ള ഒരുപക്ഷെ മഞ്ചേരി FM-ൻ്റെ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എനിക്കും ഓർമ്മയിൽ വെക്കാനുള്ള വളരെ അസാധാരണമായ ഒരു അനുഭവത്തിന് വിനോദ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പറയാം. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു സാർ. അതിൽ ഏതാ സാർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് നമ്മളാ ഒരു കുട്ടിയെ കാണാൻ പോയ സ്കൂളിലെ യെസ്. അതെ. ഓക്കെ, സാർ അത് ഓർമ്മിപ്പിച്ചു തന്ന. അങ്ങനെ കുറെ ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഈ രംഗത്ത്, ഞാൻ പറഞ്ഞല്ലോ 20 വർഷമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഇപ്പൊ സാറ് പറഞ്ഞ അതാണ് ഒരുപക്ഷെ ഏറ്റവും അവിസ്മരണീയമെന്ന് നമുക്ക് തോന്നിപ്പിക്കാവുന്ന ഒരു അനുഭവം. അതാണ് ഒരു എന്താ പറയാ, ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു കുട്ടി, അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. വളരെ വളരെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നതും വളരെ പരിമിതമായിട്ട് മാത്രമേ ഉള്ളൂ. ആകെ 1-2 ആളുകളുമായിട്ട് മാത്രമാണ് ആ കുട്ടിക്ക് ഒരു സമ്പർക്കമുള്ളത്. അമ്മ, വീട്ടിലെ ഏറ്റവും അടുത്ത മറ്റൊരു ആളുമൊക്കെ ആയിട്ട് മാത്രമേ. ബാക്കിയുള്ള ആളുകളായിട്ടൊന്നും ഒരു പരിചയവുമില്ല. ആരുടെ അടുത്തേക്കും പോലൊക്കെ ഒരു പ്രത്യേക രൂപത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി സ്ഥിരമായിട്ട് നമ്മുടെ റേഡിയോ കേൾക്കുന്നു എന്നുള്ളതും സാറിന്റെ കാലത്ത് തന്നെയാണത്. അന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഈ കുട്ടി കേൾക്കാറുണ്ടെന്നുള്ളതും ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഈ കുട്ടി കാണിക്കാറുണ്ടെന്നുള്ളതും ഒക്കെ പിന്നീട് എപ്പോഴോ ആരോ പറഞ്ഞറിയുകയും ഒരു അവസരത്തിൽ ആ ഒരു എന്താ പറയാ, ഒരു സ്കൂളിൽ വെച്ചൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. ആ പ്രോഗ്രാമിലേക്ക് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. നമ്മള് എനിക്ക് തോന്നുന്നു മുനീറൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അന്ന്. അങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ ചെല്ലുകയും അവിടെ വെച്ചിട്ട് ആ കുട്ടികൾക്കിടയിൽ വെച്ചിട്ട് നമ്മുടെ ശബ്ദം വേദിയിൽ വെച്ചിട്ട്, അതുവരെ നമ്മൾ കുട്ടിയെ കാണുന്നില്ല, വേദിയിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്യുന്നു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ശബ്ദം കേൾപ്പിക്കുകയാണ്. അങ്ങനെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഈ കുട്ടി സദസ്സിൽ എവിടെയോ ഒരു ഭാഗത്ത് മാറിയിരിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ അമ്മയൊക്കെ. അപ്പൊ ഈ കുട്ടി വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് എഴുന്നേറ്റ് 4 ഭാഗത്തേക്ക് നോക്കുകയും ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, അന്ന് അവിടെ കൂടിയിരുന്ന 100 ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളൊക്കെ വല്ലാതെ വൈകാരികമായിട്ടുള്ളൊരു മനോഭാവ അവസ്ഥയിലേക്ക് പോലും പോയി എന്നുള്ളതാണ്. ഞാനും അതേപോലെ, ഞാനെന്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു, കുടുംബസമേതമായിരുന്നു പോയിരുന്നത്. അതെനിക്കും വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെയും കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇപ്പോഴും ആ കുട്ടിയുടെ അമ്മയും ഒക്കെ വിളിക്കാറുണ്ട്, വീട്ടുകാർ വിളിക്കാറുണ്ട്, റേഡിയോ കേൾക്കാറുണ്ടെന്നും ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് വേണ്ടി മാത്രം കുട്ടി അവിടെ ആ റേഡിയോയുടെ അരികിൽ കാത്തിരിക്കാറുണ്ടെന്നുള്ളതൊക്കെ ഇപ്പോഴും അവരെന്നെ വിളിച്ചു പറയാറുണ്ട്. ഒരുപക്ഷെ സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുകൊണ്ടാണ് അത്. പ്രസാർ ഭാരതിയുടെ ബ്ലോഗിൽ ഇത് വലിയ വാർത്തയായിട്ട് കൊടുത്തിരുന്നു. ആകാശവാണിയുടെ അല്ലേ? ആകാശവാണിയുടെ പ്രസാർ ഭാരതിയുടെ നാഷണൽ ബ്ലോഗിൽ. തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് സാറാണ്. അതെ. അത് നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഈ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് തുടർന്നും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് മറക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് പറയാൻ പോകുന്ന ഒരു കാര്യം, എനിക്ക് ടി പത്മനാഭൻ എന്റെ മൊബൈലിലേക്ക് ഒരു വോയിസ് അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഗൗരി എന്ന് പറയുന്ന പുസ്തകം കഥ ഞാൻ വായിച്ചതിന് ശേഷം അദ്ദേഹം, എനിക്ക് തോന്നുന്നു അങ്ങനെ ഓഡിയോ ബുക്ക് കേൾക്കുന്ന ഒരാളല്ലെന്ന് തോന്നുന്നു, ഏതോ ഒരു സുഹൃത്ത് വഴി അദ്ദേഹം എന്റെ ശബ്ദത്തിലുള്ള ആ ഓഡിയോ കേൾക്കുകയും അതിനുശേഷം അദ്ദേഹം എന്നെ വിളിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് എന്റെ വാട്സപ്പിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് സന്ദേശം വന്നു. വിനോദ്, നിങ്ങൾ അവതരിപ്പിച്ച കഥ എന്റെ ഗൗരി ഞാൻ കേട്ടു, ഞാൻ ആ പഴയ കാലത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ എന്താ പറയാ, വികാരസാന്ദ്രമായിട്ട് അതിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഓസ്കാറോ നാഷണൽ അവാർഡൊക്കെ കിട്ടുന്നത് പോലെയുള്ള ഒരു അംഗീകാരമായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അത്തരം അനുഭവങ്ങൾ. പിന്നെ ഞാൻ ബർസ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്, നോവൽ വായിച്ചിട്ടുണ്ട് ആകാശവാണിക്ക് വേണ്ടിയിട്ട്. അപ്പോ അതിനുശേഷം ആ ബർസ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഓതർ ഡോക്ടർ ഖദീജ മുംതാസ് എന്നെ വിളിക്കുകയുണ്ടായി. അവർ വിളിച്ചിട്ട് ദീർഘനേരം എന്നോട് സംസാരിച്ചിരുന്നു. അവർ സംസാരിച്ച സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു ആകാംക്ഷയിലാണ്, ഒരു ആങ്ഷൈറ്റി അവരുടെ സംസാരത്തിന്റെ ആദ്യാവസാനം ഉണ്ടായിരുന്നതാണ്. അവർ പറയാണ്, അവർ പ്രാക്ടീസ്, അവർ ഗൈനക്കോളജിസ്റ്റുമാണ്. അപ്പൊ അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വരുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, ആകാശവാണിയിലൂടെ മാഡത്തിന്റെ നോവൽ കേൾക്കാറുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആ അനുഭവം, കേൾവി അനുഭവം ആ ഡോക്ടറുമായിട്ട്, ആ ഓതറുമായിട്ട് പങ്കുവച്ചതിനെ സംബന്ധിച്ചൊക്കെ അവരെന്നോട് പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര അതിശയമായി തോന്നി. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ കരുതി, ഇതൊക്കെ ആരെങ്കിലും കേൾക്കുമോ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഓഡിയോ ഒക്കെ കേൾക്കുന്നവരുണ്ടോ, വായിക്കുന്നവരൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നിരുന്ന ഒരാളാണ്. പക്ഷെ അവരുടെ ചിന്തയും സങ്കല്പവും ഒക്കെ മാറ്റിമറിക്കുന്ന തരത്തിലായിരുന്നു അതിന്റെ ഒരു ലിസണേഴ്സിന്റെ എണ്ണം എന്ന് അവർ അതിശയത്തോടു കൂടി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങളൊക്കെ എനിക്ക് അതിലുണ്ട്. അത് യൂട്യൂബിലുണ്ട്, നമ്മുടെ
മഞ്ചേരി എഫ്എമ്മിന്റെ മഞ്ചേരി എഫ്എമ്മിന്റെ യൂട്യൂബിൽ അത് ഉണ്ട്, ബർസയുണ്ട്. അതെ. നമ്മള് പിന്നെ ധാരാളം മുൻകാലങ്ങളിൽ തമിഴ് സിനിമകളുടെയൊക്കെ ശബ്ദരേഖകളൊക്കെ കേൾക്കുന്ന ഒരു ഓർമ്മയുണ്ട്. അപ്പൊ അത് നമുക്ക് പകുതി മനസ്സിലാവുന്നുള്ളൂ. സംഭാഷണമൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷെ കുറെയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അന്യ ഭാഷക്കാരും ഇതുപോലെ മലയാളത്തിലുള്ള വലിയ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ചിലപ്പോ കേൾക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ അല്ല ഹേമ, ഈ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളുടെ പ്രാദേശിക പേജുകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് എൽ പി സ്കൂളുകളിൽ ഈ ബംഗാളികളുടെ കുട്ടികൾ ധാരാളമുണ്ട് സമ്മാനം കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ മലയാളത്തിന് മാർക്ക് വാങ്ങുന്ന അവരാണെന്ന് പറഞ്ഞിട്ട് കൗതുക വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ അവരിലേക്കൊക്കെ ഈ ഓഡിയോ ബുക്കുകൾ എത്താൻ സാധ്യതയുണ്ട്. അതെ 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 സാർ, ഇവിടെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം സാർ, നമ്മുടെ ആകാശവാണിക്കായിട്ടാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ഈ എന്താ പറയേണ്ടത്, കാഴ്ചശക്തി ഇല്ലാത്ത വലിയൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അവരെ ഒരു വലിയ അസോസിയേഷൻ ആയിട്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തതാണ് അവരുടെ പേര്. അവരിലെ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ അസോസിയേഷന്റെ ധാരാളം സുഹൃത്തുക്കൾ നമ്മളെ പോവല്ലേ. അവര് സ്ഥിരമായിട്ട് നമ്മളെ വിളിക്കുകയും നമ്മളോട് സ്നേഹം പങ്കുവെക്കുകയും ഇടയ്ക്കിടെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് കത്തുകൾ എഴുതുകയൊക്കെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് കേട്ടോ. നമുക്ക് ഒരുപക്ഷെ മറ്റേ ആളുകൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരുപക്ഷെ നേരത്തെ കൂടെ ഇപ്പൊ പലരും പറഞ്ഞ പോലെ ആ കേൾവിയുടെ ഒരു സുഖം എന്താണെന്നും അതിന്റെ ഒരു വലിയ വിശാലമായ ലോകം എന്താണെന്നും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവരും അനുഭവിച്ചിട്ടുള്ളവരും അവരാണ്. കാഴ്ചയുള്ളവർക്ക് ഒരുപക്ഷെ അത് എത്രമാത്രം ആ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും ആസ്വാദ്യതയോടുകൂടി അതിന്റെ പരമോന്നതമായിട്ടുള്ള ഒരു തലത്തിൽ അതിനെ കണ്ട് ആസ്വദിച്ചു പോകുന്ന ഒരു വിഭാഗമാണ് അവർ. അപ്പൊ അവരുടെ ഒരു പിന്തുണയും അവരുടെ ഒരു സ്നേഹവും നമുക്ക് നൽകുന്ന ഒരു ഊർജം അതൊരിക്കലും നമുക്ക് എന്താ പറയാ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. നമ്മള് അത്രമേൽ അവരെ ചേർത്ത് നിർത്തുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുകയും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് നോവൽ ഒക്കെ സംബന്ധമായിട്ടുള്ള ഒരുപാട് ശ്രോതാക്കൾ ആ വിഭാഗത്തിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ അവരെ വളരെ സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇന്ന് അദ്ദേഹം വന്നിട്ടില്ല. കഴിഞ്ഞ 2 എപ്പിസോഡിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, മാത്രമല്ല അവർക്ക് വേണ്ടി വായിക്കുന്നതിന് അവരുടെ ഗ്രൂപ്പുകളിൽ മാത്രം പ്രചരിപ്പിക്കുന്നതിന് കോപ്പിറൈറ്റ് ബാധകമല്ല. അങ്ങനെയും ഒട്ടേറെ ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി വായിക്കാനായിട്ട് കോപ്പിറൈറ്റ് ബാധകമല്ല എന്നുള്ളതും ഈയിടെയാണ് നമ്മൾ അറിയുന്നത്. സുരേഷ് നെല്ലിക്കൂടൊക്കെ ഉണ്ട്. സുരേഷിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലേ? അതെ സാർ, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നമ്മൾ ഈ രംഗത്തുള്ള മിക്കവാറും എല്ലാവരെയും നമ്മൾ ഈ പരിപാടിയുടെ അടുത്ത എപ്പിസോഡുകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സജീവമായിട്ടുള്ള, ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള. അവരൊക്കെ ഈ പരമ്പരയുടെ അടുത്ത ഭാഗങ്ങളിൽ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദിക്കാനുള്ളവരെ ഒന്ന് ഹാൻഡ് റൈസിംഗ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമ്മള് ഇൻവൈറ്റ് അയക്കാം. വിനോദ്, ഈ റേഡിയോ നാടകങ്ങളിൽ ശബ്ദം കൊടുത്തിട്ടുണ്ടോ അതിനുശേഷം? പിന്നെ ഇല്ല സാർ, അതിന് ശേഷമില്ല. ആ ഒരു സമയത്തോടു കൂടി അതും ഏതാണ്ട് അവസാനിച്ചു. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, കടൽക്കളി ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ആ നാടകത്തില് 1-2 കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഞാൻ അങ്ങനെ അതിന്റെ ഓഡിഷൻ കഴിഞ്ഞിട്ടില്ല. അല്ലാത്ത ചില സന്ദർഭങ്ങളിൽ നിലയത്തിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യം വരുമ്പോൾ മാത്രം ശബ്ദം കൊടുക്കുക, അല്ലാതെ നാടകത്തിൽ അങ്ങനെ സജീവമായിരുന്നില്ല. ശഷ്മ ഈ നേരത്തെ, അതായത് ഈ നമ്മൾ എൻ്റെ ഗൾഫ് റേഡിയോയുടെ 30-ാം വർഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പരമ്പരയിലാണ് 2021 ജൂൺ 19-ാം തീയതി നമ്മൾ ഈ പരമ്പരകൾ ആരംഭിക്കുന്നത് ക്ലബ് ഹൗസ്. അന്ന് പങ്കെടുത്ത ആദ്യകാല ഗൾഫ് റേഡിയോ പ്രക്ഷേപകർ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ഈ നാടകങ്ങളെ കുറിച്ചാണ്. ഡെയിലി 5 മിനിറ്റ് നാടകങ്ങൾ, അങ്ങനെ 1 വർഷം 1.5 വർഷമൊക്കെ നീണ്ടു നിന്ന നാടകങ്ങൾ അന്ന് ഗൾഫ് റേഡിയോ പ്രക്ഷേപണത്തിന്റെ മുഖമുദ്രയായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അവസ്ഥ? എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല, ഇപ്പൊ അങ്ങനെ നാടകങ്ങളായിട്ട്
ചെയ്യണില്ല. ഞാൻ റെഡ് എഫ്എമ്മിലുള്ള സമയത്ത് ഈ പറയുന്ന പോലെ ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ വന്നു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം ആയോന്ന് എനിക്ക് ഓർമ്മയില്ല ശരിക്കും. ആ സമയത്ത് നമ്മളൊരു പ്രാവശ്യം ഒരു സീരീസ് ലാലിസം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സീരീസ് പോലെ ഉണ്ടായിരുന്നു. കിലുക്കം, താളവട്ടം പോലുള്ള സിനിമകളുടെ ശബ്ദരേഖകൾ അന്ന് റെഡ് എഫ്എമ്മില് ഞായറാഴ്ചകളിലോ മറ്റോ ഒരു സമയത്ത് നമ്മളത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മോഹൻലാലിന്റെ കുറച്ച് സിനിമകൾ എടുത്തിട്ട്. അല്ലാതെ നാടകങ്ങളായിട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മറ്റേ അത് നാടക പരമ്പരകളായിരുന്നു അന്ന്. അതെ. അതെ 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 അത് എല്ലാ ദിവസവും 5 മിനിറ്റ് 10 മിനിറ്റ് വീതമുള്ള നാടക പരമ്പരകൾ അല്ലേ. ഇപ്പൊ അങ്ങനെയില്ല. ശബ്ദരേഖ കേരളത്തിലെ ഞാൻ അടുത്ത കാലത്ത് ഈ മനോരമയിലെ നേരത്തെ മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് സാർ വർഷങ്ങളായി എഴുതുന്ന കഥക്കൂട്ട് പങ്ക്തിക്ക് വേണ്ടി ആയിരിക്കാം അദ്ദേഹം എല്ലാ ഇതോട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കും അദ്ദേഹം എഴുതുന്നതിന് മുമ്പ്. അപ്പോൾ അദ്ദേഹം ഒരു 4 മാസം മുന്നേ ചോദിച്ചു, ഈ റേഡിയോയിൽ ശബ്ദരേഖ ആരംഭിച്ചത് ആര് എന്നാണ്. അപ്പം ഞാനത് കുറേ ഗവേഷണങ്ങൾ നടത്തി കെ പത്മനാഭൻ നായരാണ്. ഞാനൊരു ഡേറ്റും കണ്ടെത്തി. പക്ഷേ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആകാശവാണിയുടെ പഴയ കുറേ റെക്കോർഡ്സ് എനിക്ക് കിട്ടിയപ്പോൾ അത് 69 68 കേരളത്തിൽ നിന്ന് മാത്രമല്ല മദ്രാസ് നിലയത്തിൽ നിന്നുള്ള റേഡിയോ മലയാള പ്രക്ഷേപണത്തിലും ശബ്ദരേഖകൾ പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ ആരംഭിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. പക്ഷെ ആ കാലഘട്ടം മുതലേ ശബ്ദരേഖയുണ്ട്. പണ്ട് ഞായറാഴ്ചകളിലാണ് തിരുവനന്തപുരം ആകാശവാണി പ്രക്ഷേപണം ചെയ്തിരുന്നത്. അത് കെ പത്മനാഭൻ നായർ 1970 മുതൽ തിരുവനന്തപുരം ആകാശവാണി ഉണ്ടായിരുന്ന കാലത്താണ് അത് സ്ഥിരമായി കൊടുത്തിരുന്നത്. ഇപ്പോഴും ശബ്ദരേഖ കൊടുക്കുന്ന റേഡിയോ നിലയങ്ങളുണ്ട്. അത്യാവശ്യം ആൾക്കാർ അവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ എന്നും നിന്റെ മൊയ്തീൻ, ഞാൻ സിനിമ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരിക്കലെ ദേവികുളത്തു നിന്ന് വരുന്ന വഴിയിൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ശബ്ദരേഖ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെയും ചില മെച്ചമുണ്ട്. ഇല്ല, അത് ഒരു കറക്റ്റൊന്നല്ല സാറേ. കാര്യം ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സിനിമയില്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഏത് സിനിമയാണെങ്കിലും കാണുമ്പോ ചിലപ്പോ നമുക്ക് പറഞ്ഞതിന്റെ വ്യംഗ്യം മനസ്സിലായി. ഞാനിപ്പോ അങ്ങനെ ഓർക്കുകയാണ്, ഈ ബാലചന്ദ്ര മേനോന്റെ ചില സിനിമകളിലൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള യേശുദാസിന്റെ ചില പാട്ടുകളൊക്കെ ഉണ്ട്. സാറ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പിന്നെ അദ്ദേഹം പാടിയിട്ടുള്ള ചില പാട്ടുകൾ, യേശുദാസ് പാടിയിട്ടുള്ള ചില ഹിറ്റ് പാട്ടുകളൊക്കെ സമയരഥങ്ങളിലെന്നോ അല്ലേ? പിന്നെ നമ്മുടെ മറ്റേ പാട്ടുണ്ടല്ല, എന്താണ് യേശുദാസ് പാടിയിട്ടുള്ള ശ്വാസം കിട്ടാതെ പാട്ടില്ല, അതൊക്കെ അദ്ദേഹമാണല്ലോ പാടിയിട്ടുള്ളത്. ഏഴു സ്വരങ്ങളും അതൊക്കെ അതിന്റെയൊക്കെ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോ ആ പാട്ടിനോട് തന്നെ ഇഷ്ടപ്പെട്ടേക്കും. അങ്ങനെ അല്ല, അതിപ്പോ പണ്ടും ചർച്ച വന്നിട്ടുള്ള ഈ പാട്ട് കേൾക്കാനുള്ളതാണോ പാട്ട് കാണാനുള്ളതാണോ എന്നൊരു ചർച്ച വന്നു. അപ്പം പാട്ട് കാണാനാണ് യോഗമെങ്കിൽ മിക്കവാറും നമ്മളത് എടുത്ത സംവിധായകനെ പലരും ജീവിച്ചിരിപ്പില്ല. നമ്മൾ തല്ലും, വണ്ടി എടുത്തു പോയിട്ട് തല്ലും തിരിച്ച്. അനശ്വരമായ ഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ അതിഭീകരമായ ട്രാജഡി ആയിരുന്നു. അതെ 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 അതെ, സത്യം. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. എന്ത് പറ്റിയെന്ന് നമ്മൾ ആദ്യം ഇതിന്റെ പരമ്പര അവസാനിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചു അല്ലെ, രണ്ടുപേരോടും ചോദിച്ചു. അത് ഇതിന്റെ ഭാവിയെ കുറിച്ചാണ്, ഈ രംഗത്തിന്റെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചു. ഇനി ചോദിക്കാനുള്ള ചോദ്യം മാത്രമല്ല, ഇത് ശബ്ദ അവതാരകരാണ് രണ്ടുപേരും, റേഡിയോയിലാണ് രണ്ടുപേരും പ്രവർത്തിക്കുന്നത്. റേഡിയോയുടെ ഭാവി എന്തായിരിക്കും? നമ്മുടെ വിഷയമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമില്ലെങ്കിലും ശബ്ദ അവതാരകർ എന്നുള്ള രീതിയിൽ. അല്ല, ഇത് മാത്രം ഞാൻ ഒരു അനുബന്ധമായി ഒരു കാര്യം ചോദിക്കാം. കേരളത്തിലെ നമ്മളൊരു ഇതുവരെയുള്ള പരമ്പരകളിൽ ഏറ്റവും ദൈർഘ്യമുള്ള പരമ്പര മാധ്യമ പ്രവർത്തകർ പങ്കെടുത്ത ചരിത്ര സാക്ഷികൾ എന്ന പരമ്പരയായിരുന്നു. അതിലൊരു 48 അല്ലേ ഹേമ, 47-46 അധ്യായങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കലാകൗമുദിയിൽ അത് പരമ്പരയായിട്ട് അച്ചടിച്ച് വരുന്നുണ്ട്, പുസ്തകമാകുന്നുണ്ട് തിരിച്ച്. അപ്പം ഈ പരമ്പരയിൽ നിരന്തരമായുള്ള ആകുലത ഇവർ മുഴുവൻ പങ്കുവച്ചത് പുതിയ തലമുറ പത്രങ്ങൾ വായിക്കുന്നില്ല, പത്രങ്ങൾ മാത്രമല്ല ടെലിവിഷൻ പരിപാടികൾ കാണുന്നില്ല,
അതുമാത്രമല്ല, റേഡിയോയിൽ 29 വർഷം പ്രവർത്തിച്ച ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് പുതിയ തലമുറ റേഡിയോയും കേൾക്കുന്നില്ല. പരിതാപകരമാണ് അതിൻ്റെ ഒരു ലിസണർഷിപ്പ് തിരിച്ച്. ഈ അവസ്ഥയിൽ റേഡിയോയുടെ ഭാവി എന്തായിരിക്കും? വിനോദിന് പറയാം, സുഷ്മയ്ക്കും പറയാം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല സാർ. കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ വായന മരിക്കുന്നു എന്ന് ദീർഘകാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ട്, എന്റെയൊക്കെ കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്നതാണത്. ഇപ്പൊ വയസ്സ് ഇത്രയായി, പക്ഷെ ഇതുവരെ വായന മരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വായനക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ വായനയെ മുറുകെ പിടിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു കർമ്മമായി കണ്ടുപോകുന്ന ധാരാളം ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നു. ലോകമെമ്പാടും അച്ചടി മാധ്യമങ്ങൾ, ഒട്ടേറെ അച്ചടി മാധ്യമങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപക്ഷെ ഏഷ്യയിൽ പ്രചാരത്തിൽ റെക്കോർഡ് ഉണ്ടാക്കിയ മംഗളം വാരിക ഉൾപ്പെടെയുള്ള വാരികകൾ പ്രസിദ്ധീകരണം നിർത്തി. ലീഡിംഗ് ആയിട്ടുള്ള സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങൾക്ക് നാമമാത്രമായ സർക്കുലേഷൻ മാത്രമാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ വിറ്റഴിച്ചിരുന്ന വനിതാ മാസിക ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. അതിന്റെ സർക്കുലേഷൻ കുത്തിനെ ഇടിഞ്ഞിട്ടുണ്ട്. പത്രങ്ങളുടെ പ്രചാരം കുറഞ്ഞു വരികയാണ്. അങ്ങനെയും കണക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും എന്താ പറയണ്ടേ, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില സൂചനകൾ ചില ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉള്ള ലൈബ്രറികളിൽ, ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ, ഞാനൊക്കെ ജനിച്ചു വളർന്നിരുന്ന നാട് ഭൂതാനം, പോത്തുകല്ല്, ആ കവളപ്പാറ ദുരന്തമൊക്കെ നടന്നിരുന്ന ആ സ്ഥലത്ത് അവിടങ്ങളിലൊക്കെ ധാരാളം ലൈബ്രറികൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് ചിലതൊക്കെ അടച്ചുപൂട്ടിപ്പോയെങ്കിലും ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ അതിലേക്ക് പോയിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് പുസ്തകം എടുത്തിരുന്ന ഒരു ലൈബ്രറിയുടെ സ്ഥിതി എന്താണെന്ന്, ഒരു ദേശപോഷിണി വായനശാല എന്നാണ് അതിന്റെ പേര്. അവിടെ ഞാൻ പോയിരുന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറിയനായിട്ടുള്ള പുതിയ ആള് എന്നോട് പറയുണ്ടായി, പുതിയ കുറെ കുട്ടികൾ വരുന്നുണ്ട്, അതായത് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പുസ്തകം വായിക്കാനും എടുക്കാനും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അത് ഒറ്റപ്പെട്ടൊരു സംഭവം മാത്രമൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ കുട്ടികൾക്കിടയിൽ വായന ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമം സ്കൂൾ തലങ്ങളിലൊക്കെ പാഠ്യപദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വായന ഒരിക്കലും മരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വിഷയം അതല്ല, വായനയല്ല. പക്ഷേ ഈ റേഡിയോയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പരിഷ്കാരങ്ങൾ ഈ രംഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ, വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ വരുമെന്നല്ലാതെ ഈ മാധ്യമം പൂർണ്ണമായിട്ട്, ഇതിന്റെ ഘടനയൊക്കെ ചിലപ്പോൾ മാറിയേക്കും, പക്ഷെ മാധ്യമം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷപ്പെട്ടു പോകുമെന്നോ അങ്ങനെ ഒരു കേൾവിക്കാരില്ലാതെ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് മാറ്റങ്ങൾ വരും. പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ അതിനെ ഒരു പരുവപ്പെടുത്തി എടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ല, മഞ്ചേരിയിൽ തന്നെ ഒരു മിനിറ്റ് മഞ്ചേരിയിൽ തന്നെ നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും കുട്ടി റോക്സ് ഫോൺ ഇൻ പ്രോഗ്രാം ആരംഭിച്ചു, ഹലോ യൂത്ത് ആരംഭിച്ചു. പക്ഷെ ഇതൊക്കെ ആയിട്ട് പോലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് അത് എത്തുന്നില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു നിഗമനം. ഇല്ല സാർ, അത് ശരിയാണ്. അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മറ്റ് ഹലോ ബ്രേക്കായി വിനോദ ബ്രേക്കായി വിനോദ്, ഹേമ പറയൂ. വിനോദ് അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികള്, ഒരു അധ്യാപകൻ കൂടിയാണല്ലോ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികള് പുസ്തകം വായിക്കുന്നതിലും റേഡിയോ കേൾക്കുന്നതിലും എത്രമാത്രം തൽപരരാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം ബ്രേക്ക്. വിനോദിന്റെ മൈക്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഈ ചോദ്യത്തിന് ശഷ്മയ്ക്കും ഉത്തരം പറയാം. അതെ. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോ ഈ പ്രൈവറ്റ് എഫ് എം വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു പ്രൈവറ്റ് എഫ് എം വന്നു, ഇനിയിപ്പോ ആകാശവാണി ആരും കേൾക്കില്ല, എല്ലാവരും എഫ് എം മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആകാശവാണി കേൾക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പൊ പ്രൈവറ്റ് എഫ് എം കേൾക്കുന്ന ഒരാൾ ആകാശവാണി കേൾക്കണം എന്നില്ല. ആകാശവാണി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പ്രൈവറ്റ് എഫ് എമ്മിൽ RJസിന്റെ സംസാരം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോ എപ്പോഴും ആകാശവാണിക്കാണെങ്കിലും എഫ് എമ്മിനാണെങ്കിലും ഒരു ലിസണർഷിപ്പ്, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിപ്പോ കുറെ നാള് പ്രൈവറ്റ് എഫ് എം താരതമ്യേന ഒരു കൗമാരക്കാരുടെ അല്ലെങ്കിൽ യൂത്തിന്റെ ചാനലാണല്ലോ മുഖ്യമായിട്ട്. പക്ഷെ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ 10 വർഷമായിരുന്നു അവിടെ ജോലി ചെയ്യുമ്പോൾ എന്റെ ഷോ എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് 11 മണി വരെയാണ്. അപ്പോ എന്നോട് ഇഷ്ടം കാണിച്ച് വന്നതെല്ലാം തന്നെ ഈ വീട്ടമ്മമാരുണ്ടാകും. അവര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ റേഡിയോ ഓൺ ചെയ്തിട്ടാണ് അടുക്കള ജോലികൾ ചെയ്യുക. അപ്പൊ എനിക്ക് പിന്നീടാണ് അത് മനസ്സിലായത്. എന്റെ ധാരണ എന്ന് വെച്ചാൽ ഇവരാരും ഇതൊന്നും കേൾക്കില്ല,
ഈ പറയണ പോലെ കൗമാരപ്രായം അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പിള്ളേര് മാത്രമേ ഇത് കേൾക്കുള്ളൂ. പക്ഷെ എനിക്കത് തോന്നിയത് ഒരു ദിവസം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എക്കിത്തം വന്നു. എക്കിത്തം വന്നിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ലൈവ് ചെയ്യാൻ വേണം. അപ്പൊ ഞാൻ വേറെ ഒരു നിവൃത്തിയില്ലാതെ ലൈവായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര എക്കിത്തം വരുന്നു. ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു ഹോം റെമഡിയോ പെട്ടെന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോ അന്ന് എനിക്ക് ഓൺ എയറിൽ വന്ന കോൾസ് മൊത്തം അന്നാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ മോളെ അത് ചെയ്യൂട്ടോ, മോളെ ഇത് ചെയ്യൂട്ടോ പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ സ്റ്റുഡിയോയില് ചുക്ക് കാപ്പി പോലത്തെ ഒരു സാധനമായിട്ട് ഒരു പയ്യൻ ഒരു ചേച്ചി പറഞ്ഞു വിടുക വരെ ചെയ്തു. അപ്പൊ അവർക്ക് ഒരു മോളോട് എന്ന ഇതാണ് പോലുള്ള ഇതാണ് ഈ എന്താണ് മായം ചേർക്കാത്ത അനുഭവം എന്ന് പറയുന്നത്. നമ്മൾക്ക് അല്ല അതായത് എല്ലാവർക്കും ഒരു മകളോട്, നമ്മുടെ വീട്ടിലെ കുട്ടി, കാരണം അവരുടെ മക്കളോടല്ല അവരുടെ മക്കളല്ല അവരോട് സംസാരിക്കുന്നത്. പിള്ളേര് കിടന്നുറങ്ങണ നേരത്തെ ഞാനാണ് അവരോട് അടുക്കളയിൽ ഇരുന്നിട്ട് ഈ 11 മണി എന്ന് പറഞ്ഞാൽ അവര് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ഇരുന്ന് പിള്ളേര് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ജോലി തീരുന്ന വരെയുള്ള സമയമാണ് 11 വരെ. അപ്പൊ ഞാനാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില പരിപാടികൾ കേൾക്കാനായിട്ട് അവർ താല്പര്യപ്പെടാറില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങളും ഇഷ്ടങ്ങളും ഇപ്പോഴും ഇതുപോലെ റേഡിയോ വെച്ച ആൾക്കാരുണ്ട്. അതേസമയം ഈ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പലരിലും കണ്ടിട്ടുള്ളത്, ചിലപ്പോൾ ഞാനും ചെയ്യുന്ന ഒരു കാര്യം, RJ ടോക്ക് എന്ന് പറയുമല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഈ RJ ടോക്ക് വരുമ്പോൾ ചാനൽ മാറ്റും. അപ്പൊ അപ്പുറത്തെ ചാനലിൽ പാട്ടായിരിക്കും. ആ പാട്ട് കഴിഞ്ഞ് അവിടെ RJ ടോക്ക് വരുമ്പോൾ അത് മാറ്റും. അപ്പൊ നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾക്കൊരു RJ പറയണത് തന്നെ കേട്ടിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾക്ക് പാട്ടാണ് കൂടുതലായിട്ട് കേൾക്കേണ്ടത്. ചിലരുടെ വർത്തമാനങ്ങളും ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അതുകൊണ്ട് അത് മാത്രമല്ല, സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഭാവി എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കും. പക്ഷെ ഇത് ഈ റേഡിയോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്ത ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് ശരിക്കും നമ്മളെ ആരും കാണുന്നില്ല. അപ്പൊ അവരുടെ ഉള്ളിലൊക്കെ ചച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു രൂപമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു ഭാവന എന്ന് പറയുന്ന പോലെ അവരെന്നെ കാണുന്നില്ല. ഇപ്പോഴാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും RJs ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അന്ന് ഇൻസ്റ്റഗ്രാമും ഇല്ല. അപ്പൊ ഇവർക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണെന്ന്. ഞാൻ റെഡ് FM-ൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ കല്യാണം കഴിഞ്ഞതും ഞാൻ ഗർഭിണിയായതും. അപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു അനുഭവം, ഞാൻ എന്റെ പ്രസവത്തിന്റെ തലേ ദിവസം വരെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. 3-ാം തീയതി പ്രസവിച്ചു, 2-ാം തീയതി വൈകുന്നേരം 6 മണി വരെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു 9th മന്ത് ആയ സമയത്ത് ഈ DMO ഞങ്ങളുടെ ഓഫീസിൽ എന്തോ ഒരു ആവശ്യത്തിന് വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ 11 മണിയുടെ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ് വിളിച്ചു, ഇതാണ് ഞങ്ങളുടെ RJ ചച്ചു. അപ്പൊ ആ സാർ എന്നെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ നോക്കി. അദ്ദേഹം ഒന്നും സംസാരിക്കില്ല. അപ്പൊ എന്നോട് അടുത്ത് വരൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോ അന്ന് എനിക്ക് 9th മന്ത് ആണ് എന്റെ ഡേറ്റ് എടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കേൾക്കുന്നതാണിത്. എന്റെ മനസ്സിൽ ഒരു കുഞ്ഞു പെണ്ണ് ഇരുന്നിട്ട്, ഒരു കുഞ്ഞു പെണ്ണിരുന്ന് സംസാരിക്കുന്ന ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയാണ് ഈ ഷോ ചെയ്യണത്. എനിക്ക് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ അവരൊരു RJ എന്ന് പറയുമ്പോ അവര് ഒരു രൂപം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് അത് മാറിയത്. അന്ന് ആരും കാണില്ല. അപ്പൊ നമുക്ക് വേറെ തന്നെ ഒരു സ്റ്റേറ്റസ് ആയിരുന്നു. ഒരു സെലിബ്രിറ്റി ലെവലാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല. അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കും. റേഡിയോയുടെ ഭാവി, റേഡിയോ ഉണ്ടാവുമായിരിക്കും. പക്ഷെ മാറ്റങ്ങൾ വരുന്ന മാത്രമല്ല, താല്പര്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ആ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ബൂം എന്ന് പറയും അതിന്. ആ ബൂം ഇപ്പോഴില്ല. ഇപ്പൊ സമയം കൊല്ലാൻ പാട്ട് കേൾക്കുന്നുണ്ടോ ഉണ്ട്. അതാണ് ഈ ചാനൽ മാറ്റം. പണ്ട് ചാനൽ മാറ്റില്ല. ഒരു പ്രോഗ്രാം ഒരു 93.5 ട്യൂൺ ചെയ്താൽ കാലാകാലം അതിൽ 93.5 തന്നെ കിടക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു പാട്ട് കഴിഞ്ഞ് RJ ടോക്ക് വരുമ്പോ മാറ്റി അത് താല്പര്യം കുറയുന്നതിന്റെ ലക്ഷണം തന്നെയാണത്. അല്ല അതിനകത്തൊരു കാര്യം, ഈ ലോയൽ ലിസണേഴ്സ് ഇല്ല പുതിയ ചാനലുകൾക്ക്. അത് സത്യമാണ്. കാര്യം ഇതിങ്ങനെ മാറും. ഇവർക്ക് ചാനലിന്റെ പേര് പോലും അവർക്ക് നിശ്ചയം ഉണ്ടാവില്ല. സ്കാൻ ചെയ്യുമ്പോൾ കുറച്ചു നേരം ഒരു സ്ഥലത്ത് നിൽക്കും, പിന്നെ വിട്ടുപോകും താല്പര്യമില്ലെങ്കിൽ. അല്ല, ഈ പറഞ്ഞപ്പോ ഞാനൊരു രസകരമായ കാര്യം ഓർക്കുകയാണ്. അത് വിനോദിനും അറിയാം എന്ന് തോന്നുന്നു. ഈ കോഴിക്കോട് ആകാശവാണിയിലെ കേരളത്തിലെ ആദ്യത്തെ ഫോൺ ഇൻ പ്രോഗ്രാം 13 വർഷം അവതരിപ്പിച്ചു ആർ കനകാംബരൻ,
കെ ഓ, രാഘവൻ ഞാൻ മാസ്റ്ററിന്റെ മകൻ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഹലോ ഒരുപാട് ഹലോ കേട്ട ഇഷ്ടഗാനം. ഒരാളാണ്. അത് ഇപ്പോഴും ഞങ്ങൾ തമാശയെ പറഞ്ഞ ഇലക്ഷൻ, മലബാറിലെ ഇലക്ഷൻ എന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുണ്ട് അസംബ്ലിയിലേക്ക്. അത്രയ്ക്ക് ആരാധകരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലൈവ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, ആർ.കെ. മാമൻ സുഖമാണോ? അപ്പം ആ, സഹ അവതാരക വിശേഷങ്ങൾ ചോദിക്കും. പ്രീത ചേച്ചിക്ക് സുഖമാണോ? ബോബി സി മാത്യന് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ പ്രീതയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം തമാശയുടെ, അറിഞ്ഞില്ലേ വീണ് കിടക്കുകയാണ്, അതെന്തിനാ ചോദിച്ചു. പറഞ്ഞു ചക്ക ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ പോന്ന വഴിക്ക് ഒരു പ്ലാവിൽ കയറി, അപ്പൊ താഴെ വീണു എന്ന് പറഞ്ഞു തമാശയായിട്ട്. അപ്പൊ ഈ പ്രീത ഇത് അറിയുന്നതല്ല. ഒരു കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 ശ്രോതാക്കൾ കാണാൻ വന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വരൂ വരൂ എന്ന് പറഞ്ഞു. കൊണ്ടുപോയി ഒരു വണ്ടിയുടെ ഡിക്കി തുറന്നിട്ട് കുറേ ചക്ക. അപ്പൊ അവതാരകയ്ക്ക് ചക്ക നിവേദ്യമായിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒട്ടേറെ കഥകളുണ്ട്. അല്ല, അങ്ങനെ ഇഷ്ടം കാണിച്ച അത് ഭയങ്കര രസമാണ് ശരിക്കും. നമ്മള് കാണാത്ത ആൾക്കാരെ നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കുക ഭയങ്കര രസമുള്ള അതിന്റെ കാര്യമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള അനുഭവം യൂണിറ്റി ഓഫ് ആക്ഷൻ നടന്നത് തന്നെയാണ്. അതായത് എക്കിട്ടം വന്നപ്പോ പിന്നെ ചുക്ക് കാപ്പി കൊടുത്തയച്ചതിനേക്കാൾ വലുതൊന്നും പറയാനില്ല. അത് വേറെ ഒന്നും ലൈവ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെ എക്കിട്ടം വന്നു കഴിഞ്ഞാൽ വേറെ എന്തും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് എന്ത് ചെയ്യും? അതെ ചെയ്യും. പക്ഷെ അവരോട് തുറന്ന് സംസാരിക്കുമ്പോ നമ്മളുടെ ഒരു ഇതും പിന്നെ ലാഘവം വന്നല്ലോ വിഷയത്തിന്. ഇല്ല, അതെ, അത് അതുകൊണ്ട് അവർക്ക് അത് പ്രശ്നമില്ല. അത് ഞാൻ ഞാൻ ആരോടും തമാശയോട് പറയാതെ പറയാറില്ല. മസിൽ പിന്നെ പിടിച്ചിരുന്നെങ്കിൽ ഈ ആ കെ നായനാരുടെ പിന്നെ ഏഷ്യാനെറ്റ് പരിപാടിയിൽ തമാശയുടെ ഓൻ നമ്മുടെ ആളാ എന്ന് ആ അതെ പറയുന്നത്. അതെ റേഡിയോയെ സംബന്ധിച്ച് ശ്രോതാക്കൾക്ക് അവതാരകർ മുഴുവനും ഈറ്റുമല്ല, ഓൻ നമ്മുടെ കക്ഷിയാണ് എന്നാണ്. പക്ഷെ ഒരു മാധ്യമത്തിന് അങ്ങനെ ഒരു ഇന്റിമസി ഇല്ല. ഇന്റിമേറ്റ് മീഡിയം ഇല്ല എന്ന റേഡിയോയെ കുറിച്ച് പൊതുവെ റേഡിയോ അന്താരാഷ്ട്ര തന്നെയാണ്. രീതിയിലൊരു ടെർമിനോളജി തന്നെയുണ്ട്, ഏറ്റവും അതെ പ്രിയപ്പെട്ട അതെ. മാധ്യമം എന്നുള്ള രീതിയിൽ. അതെ അതെനിക്കൊന്നും കാണാത്തത് കൊണ്ടായിരിക്കും. ടിവിയിൽ എല്ലാവരെയും കാണുന്നു. ഇപ്പൊ അങ്ങനെയല്ല. പക്ഷെ മുൻപ് കാണാത്ത ഒരു ശബ്ദത്തോടുള്ള ഒരു ഇഷ്ടമാണല്ലോ, ഒരു അടുപ്പമല്ലേ, ഒരു കാണുന്ന പോലും ഇല്ല. പക്ഷെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഞാൻ ഈ അതെ അതെ അതെ. ആർക്കെയുടെ പ്രോഗ്രാം എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ എന്റെ അമ്മ വീട്ടിൽ വെക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തിന്. എനിക്ക് ഈ ആർക്കെ എന്ന് പറയുമ്പോൾ എന്റെ വല്യച്ഛന്റെ ഒരു മകനുണ്ട്, അദ്ദേഹത്തിനും ഇതേ ഒരു സിമിലർ വോയിസ് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും ആർ.കെ. മാമൻ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്റെ വല്യച്ഛന്റെ മകന്റെ രൂപമായിരുന്നു. ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എപ്പോഴോ പിന്നെ ഒരു ഫോട്ടോ മറ്റുമാണ് കണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓരോ രൂപങ്ങളാണല്ലോ ഒരു ശബ്ദത്തിന് കൊടുക്കണത്. അതെ അതെ എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, 2006 മഞ്ചേരി സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് ഹലോ കേൾക്കുന്നുണ്ട്. അത് ഞാൻ ഹലോ 2006 മഞ്ചേരി സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് ആദ്യ അനൗൺസർ ആർ.കെ. ആയിരുന്നു. നമ്മൾ റേഡിയോയിൽ അവതാരകരുടെ പേര് പറയില്ല, പ്രത്യേകിച്ച് ഉദ്ഘാടന ദിവസം. ഈ ശബ്ദം കേട്ടിട്ട് ഇദ്ദേഹത്തെ അന്വേഷിച്ച് ആൾക്കാരെത്തി. ഈ മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിലായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് എനിക്കായിരുന്നു എൻ്റെ ആദ്യ പ്രക്ഷേപണത്തിൻ്റെയൊക്കെ ചാർജ്. ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റില്ല. കാര്യം ആ കുന്നിൻ്റെ താഴെ വരെ ഇദ്ദേഹത്തെ കാണാനായിട്ട് വണ്ടികളിൽ ആള് വന്നു. ഒരാഴ്ച മുഴുവനും മഞ്ചേരി സ്റ്റേഷന്റെ വാതിലുകൾ നമ്മൾ തുറന്നിട്ടു ആൾക്കാർക്ക് വേണ്ടി. ഞാനത് സ്നേഹപ്രകടനം കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഇദ്ദേഹത്തെ മാന്തുന്നു, തൊട്ടു നോക്കുന്നു. സാറേ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ കേൾക്കുന്ന ആളുകള് സാധാരണ മനുഷ്യരാണ്. എന്തൊരു സ്നേഹവും നന്മയൊക്കെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന, ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അവരൊക്കെ അങ്ങനെ പെരുമാറുന്നതിനെ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ഭുതത്തോടെ കാണേണ്ടതില്ല. അത് അങ്ങനെ പച്ചയായ മനുഷ്യരാണ് അവരെല്ലാം. അവർക്ക് വേറെ ഒരു എന്താ പറയുക, കളങ്കം അവരുടെ മനസ്സിലില്ല. അത്ര നിഷ്കളങ്കമായിട്ടാണ് അവരെ. അപ്പൊ നമ്മൾ സാറ് ഓർക്കുന്നില്ലേ, നമ്മുടെ ലിസണേഴ്സ് അസോസിയേഷന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ആ വേദിയിൽ അല്ലെ നൂറുകണക്കിന് ആളുകൾ ആ ഹാളിൽ നിറഞ്ഞു കവിയുന്നത് നമ്മൾ കാണാറില്ലേ അല്ലെ? എന്തൊരു സമർപ്പണ മലപ്പുറത്തിന്റെയും കൂടെ പ്രത്യേകതയാണ്. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കള്ളത്തരങ്ങളോ കളങ്കോ ഒന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ്. സ്നേഹവും ഈ പറഞ്ഞ നന്മയും ഒക്കെ മനസ്സിൽ എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്ന കുറെ നല്ല മനുഷ്യർ. ആ ആളുകൾക്ക് മാത്രമേ ഇതിനെയൊക്കെ സ്നേഹിക്കാനും
ഇതിനൊക്കെ കൊണ്ടു നടക്കാനും സാധിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെയൊന്നും നമ്മൾ ഇതിലേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അത്ര ആളുകളൊക്കെ അവരുടെ വഴി തേടി പോട്ടെ. അപ്പൊ അതിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ അവരുടെ എണ്ണം കാലക്രമത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതെ അതെ അതെ. പക്ഷെ റേഡിയോന്റെ സ്വീകരണ മുറിയിൽ ഇരുന്നിരുന്ന റേഡിയോ പിന്നീട് എവിടേക്കോ മാറ്റി. പക്ഷെ ഇപ്പൊ തിരിച്ചത് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പൊ പല വീടുകളിലും രാവിലെ കൃത്യമായിട്ട് അത് കേൾക്കുന്ന ആളുകളുണ്ട്. വീട്ടമ്മമാര്, കുട്ടികള്, സമയം നോക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവര് ഈ റേഡിയോ കേട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ജോലിക്കാരുണ്ടല്ലോ, അടുക്കള ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾ പോലും റേഡിയോ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ താരം മാറിയെങ്കിലും അടുക്കളയിൽ കുറച്ചും കൂടി ഇന്റിമസി അതിന് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേമ, അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ളത് ഇത് ഇന്റർനെറ്റ് അധിഷ്ഠിതമായ മാധ്യമവുമായി റേഡിയോ വികസിച്ചു. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ലോകത്ത് എവിടെയിരുന്നും ഏത് റേഡിയോ നിലയത്തിൻ്റെയും പരിപാടികൾ കേൾക്കാം. മാത്രമല്ല റേഡിയോ എന്ന നമ്മുടെ മനസ്സിലുള്ള ഫിസിക്കലായിട്ടുള്ള രൂപം മാറിയിട്ടുണ്ട്. തിരിച്ച് മൊബൈൽ ഫോണാണ് ഇപ്പോഴത്തെ റേഡിയോ. അതെ അതെ. അപ്പോൾ ആ ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞൊരു പ്രശ്നവും അതിനകത്തുണ്ട്. ലോയൽ ലിസണേഴ്സ് എന്ന രാവിലെ എന്താ റേഡിയോയുടെ തുറക്കുന്ന ശബ്ദം അത് കേൾക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ എണ്ണം താരതമ്യേന കുറഞ്ഞു വരുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് പുതിയ തലമുറ വരേണ്ടത്. അത് വരുന്നില്ല എന്നുള്ള പ്രശ്നവും ബാക്കി നിൽപ്പുണ്ട്. താഴെ നമ്മളുടെ ഓഡിയൻസില് സ്ഥിരമായിട്ട് റേഡിയോ രാവിലത്തെ പ്രക്ഷേപണം കേൾക്കുന്ന, അത് കേട്ടുകൊണ്ട് സമയം, പിന്നെ ജോലി സമയം, അതുപോലെ തന്നെ അടുക്കളയിലെ ജോലി സമയമൊക്കെ ക്രമീകരിക്കുന്ന ആളുകളിലൂടെ താഴെ കേൾക്കാനിരിക്കുന്നുണ്ട്. അതുണ്ട്. അതുകൊണ്ടല്ലേ അല്ല, വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വേറെ ആരും എന്തുകൊണ്ടോ ഇന്ന് മുന്നോട്ട് വന്നില്ല. ധാരാളം ആൾക്കാർ ഇന്ന് ഈ പരിപാടിയിൽ ലിസണേഴ്സായി പങ്കെടുത്തു. ഇതിൻ്റെ ശബ്ദലേഖനവും ധാരാളം പേർ കേൾക്കും. നമുക്ക് ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് സമാപനത്തിലേക്ക് പോകാം, അല്ലേ ഹേമ? അതെ അതെ. ശഷ്മ കുട്ടികൾക്ക് വേണ്ടി വായിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുട്ടികളുടെ പ്രതികരണം നേരിട്ട് ഇപ്പൊ വീട്ടില് ശഷ്മയുടെ കുഞ്ഞ് പറയുന്നുണ്ടാവും തീർച്ചയായിട്ടും. അതല്ലാതെ ആരുടെയെങ്കിലും പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കുട്ടികളുടെ പുസ്തകം വായിച്ചിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് ആരും വന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചധികം വായിച്ചിട്ടുണ്ട് കുട്ടികളുടെ, സുമംഗലിയുടെ പുസ്തകങ്ങളൊക്കെ കുറച്ച് വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ വായിച്ചതിന് കുറ്റം പറയാതുള്ള ഫീഡ്ബാക്സ് ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. എന്റെ അടുത്ത് നേരിട്ട് ആരും വന്ന് പറഞ്ഞിട്ടില്ല. അല്ല, മാത്രമല്ല സ്റ്റോറി ടെല്ല് പോലെയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോമുകൾ സബ്സ്ക്രൈബ് ചെയ്ത് മൊബൈൽ ഫോണിൽ കേൾക്കുന്നതായതുകൊണ്ട് കുട്ടികൾ അത് എത്രമാത്രം കേൾക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം ബാക്കിയുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ മകനാണ് വെച്ചു കൊടുക്കാറ്. ഇപ്പൊ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവന് പ്ലേ ചെയ്ത് കൊടുക്കും. രാത്രി അവൻ എപ്പോഴും ഈ സ്റ്റോറി കേൾക്കുന്ന ഒരു ശീലം ഉണ്ട്. ഇപ്പം കുറഞ്ഞിട്ട് അത് വായനയിലോട്ട് മാറി. അപ്പൊ ഞാൻ ആ സമയത്ത്, പക്ഷെ എന്റേത് വെച്ചു കൊടുക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും, വേറെ കേൾക്കൂ, അമ്മ വായിച്ചതല്ലാതെ വേറെ നോക്കൂ എന്ന് പറയുമ്പോ അത് പലതും കേൾക്കുന്നുണ്ടാകും. ചിലത് ഇഷ്ടപ്പെട്ട് കേൾക്കുന്നുണ്ടാകും, ചിലത്. പക്ഷെ അവൻ എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ സ്റ്റോറിക്ക് പകരം എനിക്ക് തോന്നുന്നു കർണൻ കേട്ടതിന് ശേഷം അതുപോലുള്ള കഥകൾക്ക് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു, ഇനി വേറെ ഏതാണ് ഇതുപോലുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ കഥയൊക്കെ മാറി, അവരുടെ ടേസ്റ്റും മാറിയത് കൊണ്ട് അങ്ങനെ നേരിട്ട് ആരും എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ കുട്ടികളുടെ കഥ വായിച്ചതിൽ, പിന്നെ എനിക്ക് വായിക്കുമ്പോ എപ്പോഴും എന്റെ മോന് പറഞ്ഞു കൊടുക്കണ ഒരു മനസ്സിൽ ഉണ്ടാവുമല്ലോ, കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കണോന്നുണ്ട്. ഇതിലായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. വിനോദ്, നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഓരോ അധ്യായം അവസാനിപ്പിക്കുന്നത്. നമ്മൾ ആ ഭാഗം പിന്നിട്ടു. നമുക്ക് ഇനിയും ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് നമുക്ക് മറുപടി തന്നില്ല സർ. നേരത്തെ മൈക്ക് മ്യൂട്ടായിരുന്നു. വിനോദ് എന്തിന് ഉത്തരം തന്നില്ല? അതായത് നമ്മൾ ചോദിച്ചല്ലോ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ എത്ര ഇത് കേൾക്കുന്നവരുണ്ട്,
റേഡിയോ കേൾക്കുന്നവരുണ്ട്, അതുപോലെ ഓഡിയോ ബുക്സ് കേൾക്കുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണല്ലോ. ഹയർ സെക്കൻഡറി തലത്തില് വിദ്യാർത്ഥികളുടെ വായനാശീലമൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതില് പിന്നെ എനിക്ക് പറയാം, കേൾക്കാമോ? ഹലോ വിനോദ, കേൾക്കാം കുറച്ചും കൂടെ കേൾക്കാം. ഡിസ്റ്റർബൻസ് ഉണ്ട്, കുറച്ചും കൂടെ അടുത്ത് വെച്ചിട്ട് സംസാരിക്കാം. ഞാൻ അടുത്ത് വെച്ചിട്ട് ഇപ്പൊ എന്താണെന്നറിയില്ല, ഞാൻ നിങ്ങൾ സംസാരിച്ചതും പലതും മുറിഞ്ഞാണ് കേട്ടത്. എന്താ സംഭവിച്ചത് എനിക്ക് അറിയില്ല. അവിടെ നെറ്റിന് പ്രശ്നമുണ്ട്. പക്ഷെ നെറ്റിന് പ്രോബ്ലം ഇല്ല, ഇവിടെ ഫുൾ റേഞ്ച് ആണ്, ഒരു പ്രശ്നമില്ല. ഞാൻ ഏതായാലും പെട്ടെന്ന് ഇതിന് മറുപടി പറയാം. പിന്നെ എനിക്കതിനെ സംബന്ധിച്ച് എന്റെ ഒരു പ്രതീക്ഷ ഈ കാലം മാറും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മാറുന്ന പുതിയ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ വായനക്കാരും കേൾവിക്കാരും ഒക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. കാര്യം പുതിയ പാഠ്യപദ്ധതിയിലാണെങ്കിലും പുതിയ വിദ്യാഭ്യാസ രീതിയിലൊക്കെ ആണെങ്കിലും കുട്ടികളുടെ വായനാശീലത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ സ്കൂൾ തലങ്ങളിൽ പ്രൈമറി തലം മുതൽ തന്നെ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ആ ലൈബ്രറിയിൽ പോയ സമയത്ത് അവിടെ കുട്ടികളായിട്ടുള്ള കുറെ ആളുകൾ അംഗങ്ങളായിട്ട് പുതുതായിട്ട് വന്നു എന്നും ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ അവരെടുത്തു പോകുന്നു എന്നുള്ളതും അവരുടെ ചില ബാലസഭകളൊക്കെ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ചേരുന്നു എന്നുള്ളതും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയാണ് നമ്മളെ ഇനിയിപ്പോ ഭാവിയിൽ നമ്മളെ നയിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറിയിലാണ് പഠിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്നവരും ആ തരത്തിലുള്ള കുട്ടികളാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒരു ക്ലാസ്സിൽ ഒരു 10-50 പേര് ഉണ്ടെങ്കിൽ അതിലൊരു 8-10 പേരൊക്കെ വായിക്കുന്നവരൊക്കെ തന്നെയാണ്. അങ്ങനെ സ്ഥിരമായി വായനക്കാരല്ലെങ്കിലും അതിനോട് ഒരു എതിർപ്പില്ലാത്ത ഒരു ആഭിമുഖ്യം കുറേശ്ശെങ്കിലും പുലർത്തുന്നവരാണെന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള കഥകളും പിന്നെ പുസ്തകങ്ങളും ഒക്കെ അങ്ങനെ കേട്ട് എന്നോട് എന്റെ സ്റ്റുഡൻസ് അഭിപ്രായപ്പെട്ടതായിട്ട് ഇല്ല, അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ റേഡിയോ പ്രോഗ്രാമുകൾ കേൾക്കുന്ന ധാരാളം സ്റ്റുഡൻസ് എനിക്കുണ്ട്. എന്റെ സ്കൂളിന്റെ പരിസരത്തുള്ള ധാരാളം ആളുകൾ രക്ഷിതാക്കളുടെ യോഗമൊക്കെ വിളിക്കുന്ന സമയത്താണ് നമുക്കത് ശരിക്കും നമുക്കും അനുഭവപ്പെടുക. സ്കൂളിൽ രക്ഷിതാക്കളുടെ യോഗം വിളിക്കുന്ന സമയത്ത് ആ ഹാളിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ട് ആളുകൾ ഭയങ്കര എന്താ പറയാ ഒരു അതിശയം പ്രകടിപ്പിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് യോഗത്തിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തും റേഡിയോയിലുള്ള ആളാണ്, നമുക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട് ഇപ്പോഴും. ഇപ്പോ 8, 9, 10 ക്ലാസ്സുകൾ ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും ഒക്കെ ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ അങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്നവരായിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ റേഡിയോ പ്രോഗ്രാമിലേക്ക് എന്നുള്ളതാണ് എനിക്ക് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം. അത് വളരെ ബാക്കിയുള്ളവർക്കും ഇത് വളരെ സന്തോഷം പകരും. വിനോദ് വരുന്ന സ്ഥലം ഞാൻ ആദ്യമേ പറഞ്ഞ് കേൾക്കാത്ത ജില്ലയുണ്ടാവും, അത് നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിൽ. റേഡിയോയ്ക്ക് വലിയ ലിസണേഴ്സ് ഉള്ള, ശ്രോതാക്കളുള്ള സ്ഥലങ്ങൾ ഒന്നാണത്. അതെ അതെ, നിലമ്പൂരിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ധാരാളം ആളുകളുണ്ട് സാർ. നമ്മളൊരിക്കൽ കോഴിക്കോട് നിലയത്തിന്റെ ഒരു പ്രോഗ്രാം നിലമ്പൂർ വെച്ചിട്ട് ചില പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബോബിയേട്ടനും പ്രീതേശിയും ഒക്കെ വന്നിരുന്നു. അങ്ങനെ വന്നിരുന്ന ആ സമയത്തൊക്കെ ആളുകൾ, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ, ആളുകൾ ഇങ്ങനെ വല്ല സിനിമാ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ തടിച്ചുകൂടിയത് പോലെ അങ്ങനെ തടിച്ചുകൂടിയിരുന്നത്. അപ്പൊ അത് ധാരാളം ശ്രോതാക്കൾ ഉള്ള ഒരു നാടാണ് നിലമ്പൂര്. പരിസര പ്രദേശങ്ങളൊക്കെ അങ്ങനെയാണ്. മലപ്പുറം ജില്ല പൊതുവിലും. അതെ 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 അതെ. അപ്പോൾ ഈ വളരെ ശുഭകരമായ ഈ എന്താ പറഞ്ഞ പ്രതീക്ഷയോടല്ലേ, പ്രതീക്ഷ എല്ലാം ശുഭകരമാണ്. നമുക്കിന്നത്തെ ഈ അധ്യായം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. കേൾമൊഴിക്കാലം പരമ്പരയുടെ 3ാം ഭാഗത്തിൽ ഇന്ന് പങ്കെടുത്തത് ശഷ്മ വായത്ത്, PK വിനോദ്, രണ്ടുപേരും റേഡിയോ അവതാരകർ, ഒട്ടേറെ ഓഡിയോ ബുക്കുകൾ വായിച്ചിട്ടുള്ളവർ, ശബ്ദ അവതരണത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവർ. രണ്ടുപേർക്കും ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരമ്പരയുടെ അടുത്ത ഭാഗം, അതായത് 4ാം ഭാഗം, അടുത്ത ശനിയാഴ്ച പതിവ് പോലെ രാത്രി 7 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ശുഭരാത്രി. നന്ദി, ശുഭരാത്രി. താങ്ക് യു സർ.